ആയിട്ടില്ലല്ലോ ഐഷ. ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه. الحمد لله. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ സൂറത്തുൽ ബഖറയുടെ തഫ്സീറിലെ തദബ്ബുറോട് കൂടിയുള്ള തഫ്സീർ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കൂടെ ഈ യാത്രയിൽ ആദ്യം മുതലുള്ളവരും ഇടയിൽ കയറിയവരും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് പോലെ അല്ലെ, സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്, സൂറത്തുൽ ബഖറ ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് മനസ്സിന് വിഷമമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബറക്ക ഉണ്ടാവും സൂറത്തുൽ ബഖറ ഉണ്ടായി കഴിഞ്ഞാല്. ശൈത്താന് ജിന്ന് വർഗത്തിന് ഈ സൂറത്തുൽ ബഖറയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സൂറത്തുൽ ബഖറയുടെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അത് ഹുദല്ലിൽ മുത്തഖീൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് അല്ലെ. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹയിൽ ഹിദായത്ത് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു. അതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു അല്ലെ. ഹിദായത്ത് ഉള്ളവർക്ക് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് കാണിച്ചു തരുന്നത് ഏത് ടൈപ്പ് ആളുകൾക്ക് ആണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു. അതായത് ഇൽമ നേടി അതിനെ അമലാക്കി മാറ്റുന്നവർക്ക് മാത്രം. ഇൽമ നേടാത്തവർ ഏത് ടൈപ്പ് ആണെന്നും ഇൽമ നേടി കഴിഞ്ഞിട്ട് അത് അമലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ദോഷം എന്നൊക്കെ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ യാത്ര തുടങ്ങിയവർ തുടക്കത്തിൽ മുതലേ ഉള്ളവർക്ക് അൽഹംദുലില്ലാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഇൽമ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സൂറത്തുൽ ബഖറ അല്ലെ, പഠനം എന്നുള്ളതിനപ്പുറം ജീവിതമായി മാറിക്കഴിഞ്ഞു സൂറത്തുൽ ബഖറ. അപ്പം ഒരുപാട് ഈ യാത്രയിലുള്ള അനുഭവങ്ങൾ ശരിക്കും നമുക്ക് 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു അളവാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ളത് അല്ലെ. പക്ഷെ നമ്മളെ കൊണ്ട് ലിമിറ്റഡ് ഈ ഒരു ടൈമിനകത്ത് കുറച്ചു പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക്, ഒരുപക്ഷെ ഈ യാത്ര തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പരമാവധി പ്രയോജനപ്പെടട്ടെ എന്നുള്ള നെയ്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് സ്വീകാര്യമായിട്ടുള്ള ഒരു അമലാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. നസീമ കബീർ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയാനൊന്നും അറിയില്ല, എന്നാലും അൽഹംദുലില്ലാ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അള്ളാഹ് എത്തിച്ച് അൽഹംദുലില്ലാ. എൻ്റെ വലിയൊരു ആഗ്രഹം ഖുർആൻ ഇങ്ങനെ അർത്ഥം അറിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും അർത്ഥം ഉണ്ടെന്നൊക്കെ, ഇതിലിങ്ങനെ അർത്ഥം ഉണ്ടെന്നൊക്കെ ഒന്നും അറിയില്ലേനു. ഒരുപാട് അർത്ഥം തീർക്കുക ഇതൊന്നും ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ മാഷാ അല്ലാഹ് മേമിൻ്റെ ഒപ്പം കൂടി ഇപ്പം ഞാൻ തിൽക്കർ റസൂൽ മുതലേ കൂടിയത് ആമന റസൂൽ വരെ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഒരുപാട് മാറ്റങ്ങൾ മനസ്സിൽ എപ്പോഴും ഇതന്നെ, എന്താ എൻ്റെ പഠിച്ചവൻ എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. ഇത്രനാൾ നമുക്ക് അള്ളാഹ് നമ്മൾ വിളിക്കുന്നുണ്ട്, പക്ഷെ അതിൽ വലിയൊരു ആത്മാർത്ഥ്യമൊന്നുമില്ല. എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഓടിപ്പാഞ്ഞ് അള്ളാഹ്ന്ന് വിളിക്കും, അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കിടക്കുന്നിട്ടൊക്കെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നു. അള്ളാഹ്ന്ന് വിളിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ മുന്നിൽ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, എന്നാൽ ഇന്നും ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതായിരുന്നു. ഞാൻ 100% പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഞാൻ അള്ളാഹിനെ വിളിച്ചപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടില്ല, നല്ല മാർക്കും കിട്ടി. ഞാൻ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഇത്രയാണ് വിളിക്കാണ്ടല്ലേ, ഈ എന്തൊക്കെ അത്ഭുതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നെന്ന്. ഭയങ്കര നഷ്ടം നമ്മളിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഈ ചെറിയൊരു ആയത്ത് കൊണ്ട് തന്നെ മാഷാ അല്ലാഹ് നല്ല പിന്നെ അനുഭവം നമുക്ക് കിട്ടി. ഇതൊന്നും അറിയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും. പിന്നെ പലിശന്റെയും കടത്തിന്റെ ഒക്കെ ഇന്ന് രാവിലെ അങ്ങോട്ട് ഞാൻ ഓതുമ്പോൾ ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാകുമ്പോൾ എന്താ പറയുക, നമ്മളൊരു കൂടെ ഉള്ള പോലെ നമുക്ക് തോന്നും, നമ്മൾ ഒരുമിച്ചുള്ളത് പോലെ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോൾ. ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നു. പഠിച്ചോനെ പലിശയിലോട്ട് അടുപ്പിക്കല്ലേ, 70 തരം പലിശയും ഇതൊക്കെ പറയുന്നേരം എന്താ പറയുക, നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം. ഇത്രയും ചെറിയ കൊതുകിനെ പറ്റി ടീച്ചറിനെ പറ്റിയിട്ടും വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാം മനസ്സിലാക്കി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പഠിച്ചവൻ എൻ്റെ അടുത്ത് ഇത്രയാണ് ഞാൻ അള്ളാന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ പഠിച്ചവനെന്ന് ഞാൻ എന്ത് പറയുമ്പോൾ പറയാം, എൻ്റെ പഠിച്ചവൻ എൻ്റെ അടുത്തുണ്ട്. അത് ഇതിൻ്റെ ഈ അർത്ഥത്തിൻ്റെ മാമിൻ്റെ അർത്ഥവും ഇതും ഇപ്പം കേട്ടപ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. കുറേ ഞാൻ യൂട്യൂബിൽ നിന്ന് ആയിരുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം മാമ് പറഞ്ഞിരുന്ന ഓരോ അക്ഷരവും ആമന റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാമ് പറഞ്ഞ മാതിരി രാത്രി നമ്മൾ ആമന റസൂൽ ഓതുന്നുണ്ട്, അത്രയും പറഞ്ഞൂടോ. ഇപ്പൊ ആമന റസൂൽ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോന്നിൻ്റെ ഉള്ളിലും എന്തോരോ അർത്ഥങ്ങളാണെന്ന് പറയണ്ടേ, എന്താ പറയണ്ടേ എന്നൊക്കെ അറിയില്ല. അത്രക്കുണ്ട് പറയാന്. എന്താ എൻ്റെ ജീവിതം ആകെ മാറ്റി മറിച്ചിന്. അത്രയാണ്. എനിക്കിപ്പോൾ എന്താ, എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ആളായിരുന്നു ഞാൻ.
അതൊക്കെ ഇപ്പൊ ഞാൻ എന്ത് പറയും, ഞാൻ മാം പറഞ്ഞല്ല, നമ്മൾ നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ സമയത്ത് ക്ഷമിക്കണ്ടേ, ആ സമയത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഞാൻ അപ്പോഴും അത് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും പറയാൻ എന്തെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നു. അതന്ന് മാം പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പൊ സ്റ്റോപ്പ് തരുവേ, പിന്നെ അത് നിങ്ങൾ തുടർന്ന് സ്റ്റോപ്പ് നിർത്തും. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നു. മാഷാല്ലാ ഇപ്പൊ അതൊക്കെ അനുഭവിക്കുന്ന നല്ലൊരു അനുഭവമാണുള്ളത്. ഇത് ലേറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മ ഇത്രയും പ്രായമായി മാഷാല്ലാ, 55 വയസ്സൊക്കെ ആയി. എന്നാലും മാഷാല്ലാ എന്നാലും തുടരും. പിന്നെ എന്തായാലും എനിക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര എക്സാമിന്റെ ഇതുകൊണ്ട് ഞാൻ എഴുതി വെക്കും ചെയ്യും. ഞാൻ ഇതിൻ്റെയൊക്കെ അർത്ഥം എഴുതുന്നുണ്ട്, പിന്നെ റൂട്ട് വഴക്ക് എഴുതും ഒക്കെ ആയിട്ട് മാഷാല്ലാ. എൻ്റെ ടൈം ഇപ്പൊ മൊത്തം രാവിലെ മുതൽ രാത്രി കിടക്കുന്ന 11-11:30 മണി വരെ കിടക്കുന്നവരെ ഈ മുസാഫുമായിട്ട് തന്നെ എൻ്റെ മടിയിലും എൻ്റെ കയ്യിലും മുസാഫ് തന്നെ ഉണ്ടാകും. മറ്റു റീൽസും അതും ഇതെല്ലാം കണ്ടത് ഞാനാണ്. എനിക്ക് നല്ല മാറ്റം വന്നെന്ന്, എൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മാഷാല്ലാ. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ്, ഒരുമിച്ചുള്ള ഭർത്താവും മക്കളും പറയുന്നുണ്ട് ഉമ്മ മാറീനെന്ന്. ഇത്രയൊക്കെ എനിക്ക് ഇത്രയും നല്ല പാടും, പക്ഷെ എനിക്കിപ്പോ ലൈവില് ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല. അത്രയുണ്ട് പറയാൻ. മാഷാല്ലാ മാഷാല്ലാ. ജസാക്കല്ലാഹു ഖൈറൻ നസീമത്ത, ബറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ. അടുത്ത ആൾക്ക് സായദ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻഷാല്ലാ. ഇത് പറയാന്ന് വിചാരിച്ചാൽ കുറേ പറയാനുണ്ട്. ഞാന് രണ്ടാമത്തെ ജുസ് മുതലാന്ന് കയറിയിട്ടുണ്ട്. അതിന് മുന്നേ ഒന്നാമത്തെ ജുസിലുള്ള ഹഖ തിലാവത്തിഹി അത് ഫസ്റ്റ് തന്നെ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. എങ്ങനെയാ ക്ലാസ് എത്തിയെന്ന് എന്റെ ടീച്ചർ ആദ്യം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞാൻ ബക്കറ സ്റ്റാർട്ട് ചെയ്ത് ഹിഫ്ള് പഠിക്കുന്നുണ്ടായി. പക്ഷേങ്കില് അങ്ങനെ ഹിഫ്ള് മാത്രം, അങ്ങനെ അർത്ഥമൊന്നും പഠിക്കുന്നില്ല. അതിനെ പറ്റി ബക്കറിനെ പറ്റി ഇങ്ങനെ കുറച്ചെന്തല്ലോ അറിയാം, അങ്ങനെ പഠിക്കുന്നുണ്ടായില്ല. അതിപ്പോ 100 ആയത്ത് എത്തിക്കണം എന്നേ എനിക്കൊരു ഇതുള്ളൂ. ഒരു ജുസൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാ, ഹിഫ്ള് മാത്രം. അങ്ങനെ ആ ഹക്കതിലാവത്തിയെ ഞാൻ കേട്ടത് ഫസ്റ്റ്. ആദ്യം ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ അതിൽ കയറി. ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റൂല, കുറെ ക്ലാസ് ഉണ്ട് എന്നിട്ട് കയറിയില്ല. കയറിയില്ല, കണ്ണിൽ കണ്ടു കയറാൻ പറ്റിയില്ല എന്നുള്ളത് നാസ്രുൽ ടീച്ചറുടെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അതിന്റെ അവസ്ഥകള്. അപ്പൊ എനിക്ക് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എത്തിപ്പെട്ട് അൽഹംദുലില്ലാ. എത്തിപ്പെട്ട എന്റെ പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് അതിനെല്ലാം ആൻസർ. അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ എല്ലാം ആ ക്ലാസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അവരെല്ലാം കേൾക്കൂന്ന് വിചാരിച്ചു, ആരും കേട്ടില്ല. പിന്നെ ഞാൻ തന്നെ ആ ക്ലാസ് അങ്ങനെ എടുത്ത് പഠിച്ച് അങ്ങനെ ഫാമിലി ഗ്രൂപ്പാക്കി അങ്ങനെ അമ്മ ജ്യൂസ് വെച്ച് അതില് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ടീച്ചർ പറയുന്നില്ല അള്ളഹാനോട് ചോദിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് ഇതായത്. പിന്നെ ഒരു ടീച്ചർ ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് എബൌട്ട് പറഞ്ഞിട്ടുണ്ടായില്ല, അത് ഞാൻ കേട്ടപ്പോ ടീച്ചർ ഇങ്ങനെ ഞാൻ നല്ലോണം ചോദിച്ചിട്ടാണ് ക്ലാസ്സോടെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു ഇത് ഇങ്ങനെ ചോദിക്കാന്നുള്ളത് എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, ഞാൻ മുന്നേ പറഞ്ഞിട്ട്. പിന്നെ അള്ളഹാനോട് ചോദിക്കാന്നുള്ളത് അവിടെ എനിക്ക് വല്ലാണ്ടൊരു ഇതായി. പിന്നെ എന്ത് കാര്യത്തിനും അള്ളഹാനോട് ചോദിക്കുക, അതെനിക്ക് ഞാൻ അവിടെ പിടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ. അതെനിക്ക് ഇങ്ങനെ എന്റെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആരും എന്നോടൊന്നും പറഞ്ഞാൽ എനിക്കത് ആയില്ല. പിന്നെ അനുഭവിക്കുന്നുണ്ട് എന്തായാലും. പക്ഷെ എന്തെല്ലാം പറയാനുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകൾ. പിന്നെ ഫാത്തിഹ ഞാൻ കേട്ട്, ഫാത്തിഹ കേട്ടപ്പോ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മളെന്നും അള്ളാഹ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നമ്മള് വെറുതെ അങ്ങനെ പിന്നെ അങ്ങനെ ഡെയിലി എന്തായാലും ഓതുന്നുണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. പക്ഷെ അത് അർത്ഥറിഞ്ഞിട്ടൊന്നും ഓതിയതല്ല എന്നുള്ളത് അന്നേരം മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതും, പിന്നെ മാലിക് യൗമിദ്ദീൻ പിന്നെ പറയണ്ട, റഹ്മാൻ റഹീം, പിന്നെ അത് പിന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അതന്നെ അത് ഞാൻ പിന്നെ ക്ലാസ് വെച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും അതിലുള്ള കാര്യങ്ങള് അള്ളാഹുവിനോട് നമ്മള് മുനാജാത്താണ് സംസാരിക്കുന്നതാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ വുളൂന്റെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ വന്ന് ഫാത്തിഹ അള്ളാഹിനോട് ഒരു കരാർ പറയുന്നതും ഒക്കെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയ ഫാത്തിഹ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അവിടെ പിടിച്ച്. പിന്നെ ബക്കറ ഇപ്പൊ ഇത് തുടങ്ങിയത് കൊണ്ട് ആ ഗ്രൂപ്പിൽ വരികയും തദബ്ബുറും തുടങ്ങിയത് കൊണ്ട് ഹുദല്ലിൽ മുത്തഖീൻ തന്നെ ഞാനുള്ളത് 13-14 ആ മുത്തഖീൻ അവർക്കാ ഉള്ളത് എന്ന് കേട്ടപ്പോ തന്നെ അവിടെ സ്റ്റക്കായിട്ട് അതെന്താന്നുള്ള റെഡിയാക്കാനും അതിലുമാണ് ഇപ്പൊ ഉള്ളത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഓരോ ക്ലാസ്സിലും ഓരോ നമുക്കുള്ള ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവുണ്ട്. അപ്പൊ അള്ളഹാനോട് ചോദിക്കുക എന്നുള്ളത്, എന്ത് ചോദിക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അത് അള്ളാഹും പരലോകം തന്നെ അങ്ങ് ദൂരെ അങ്ങല്ലേ, അങ്ങനെയാ സാധാരണ. ഇപ്പൊ നമ്മൾ അടുത്താ, പരലോകം നമ്മൾ അടുത്ത്, അള്ളാഹ് അടുത്ത്, ഭയങ്കര അടുത്ത്. അൽഹംദുലില്ലാ. ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ നമ്മൾ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്.
പിന്നെ ഇങ്ങനെ പിന്നെ നോമ്പിന്റെ ആയത്ത് 100 ആയത്ത് വരെ നിർത്താന്ന് ചോദിച്ചപ്പോ ഈ ക്ലാസ് മുന്നിൽ വന്ന് അൽഹംദുലില്ലാ. അപ്പൊ ഇത് തുടങ്ങി. അങ്ങനെ സയക്കൂലു ആ കിബില മാറ്റത്തിന്റെയും പിന്നെ ഇങ്ങനെ വന്ന് നോമ്പിന്റെ താഴെ റബ്ബിനോട് ചോദിക്കാം വക്കാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. അത് വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. അൽഹംദുലില്ലാ. അങ്ങനെ റബ്ബിന്റെ അങ്ങനെ ഓരോ ആയത്തുകളും ദുആകളും അങ്ങനെ അതിന്റെ ആഴങ്ങളിലൂടെ പോകുമ്പോൾ ഭയങ്കര നമ്മൾ അനുഭവിക്കും. എന്തായാലും അനുഭവിക്കും. എല്ലാവരും ഒന്ന് ശ്രമിക്കുക, അനുഭവിക്കും. അങ്ങനെ ഈ തൊലാഖിന്റെ അവിടെ എത്തിയാലും പിന്നെ ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ഹിഫ്സ് പഠിക്കാനും ബുദ്ധിമുട്ട്, മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ കുറച്ചിങ്ങോട്ട് എത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇപ്പൊ അമൻ റസൂല് പറഞ്ഞത് സമീഅനാ വസൈന, അങ്ങനെ മല പോലെ വന്ന് നിൽക്കുന്നുണ്ട്. റബ്ബേ എനിക്കൊന്നും ചെയ്യാൻ അനുഭവിക്കുന്നുണ്ട് എന്തായാലും. പക്ഷെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. മറ്റേ അവര് പറഞ്ഞല്ലോ എല്ലാത്തിനും മാറ്റമുണ്ട്, സ്വഭാവത്തിലെല്ലാം നന്നായി മാറ്റം. അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. അൽഹംദുലില്ലാ. വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ആവണമെന്ന്. പക്ഷെങ്കില് അനുഭവിക്കുന്നുണ്ട് നന്നായിട്ട്. അത് ഇപ്പൊ സമയാന വാത്തായിന കണ്ടപ്പോ കേട്ടപ്പോ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയപ്പോ ഭയങ്കര സമാധാനം. എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ബേജാറായിട്ടുള്ള ഒന്നും അങ്ങോട്ട് എത്തിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് സമയാന വാത്തായിന അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ശരിയാക്കാൻ പറ്റും, എനിക്ക് ശരിയാവും എന്ന രീതിയിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇത്രയും കാര്യങ്ങളാ പറയാനുള്ള. മാഷാഅല്ലാ മാഷാഅല്ലാ. ജസാക്കല്ലാ ഖൈറ സാദ. അള്ളാഹ് എളുപ്പാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാ. ഓക്കെ, ഞാൻ ഹാൻഡ് റേസ് ചെയ്ത ഓർഡറിൽ വിളിക്കാട്ടോ. നസീമത്ത, ഉമ്മു ഹയാസ് നസീമത്ത സംസാരിച്ചോളൂ. നസീമത്ത ഉണ്ടോ ഇവിടെ? ഉമ്മു ഹയാസ്, നസീമ ഇല്ല. അടുത്ത ആളെ വിളിച്ചോട്ടെ ഞാന്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെയാ തുടങ്ങണ്ടെന്ന് അറിയുന്നില്ല. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ 1-2 ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു നഷ്ടബോധം തോന്നി. എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്കതിന് കഴിയാതിരുന്നത്. പിന്നെ ഞാൻ ആ ക്ലാസ്സിൽ ലിങ്കിൽ കയറി ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ 9 മാസമായിട്ട് ഞാൻ ഈ ക്ലാസ്സിലില്ലായിരുന്നു. അതും എനിക്കൊരു നഷ്ടബോധം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ കോഴിക്കോട് സ്ഥലത്ത് വെച്ച് എല്ലാവരും ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്ന ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ഒപ്പം എത്തി. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാ. വേറെ ക്ലാസ് റെക്കോർഡിങ് ടെലഗ്രാമിലൊക്കെ കേട്ട് നിങ്ങളുടെ ഒപ്പം എനിക്ക് എത്തണമെന്ന് അതിയായൊരാഗ്രഹം. അങ്ങനെ വീണ്ടും കഴിഞ്ഞ 2 മാസമായി വീണ്ടും ഞാൻ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. നേരത്തെ ഞാൻ കേട്ട് ബഖറ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. എനിക്ക് ഒരുപാട് അറിവ് നൂറുസദ്രി എന്നല്ല, ഞാൻ നേരത്തെ കയറിയ ക്ലാസ്സിൽ ഇതിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടി. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എൻ്റെ ഭൂതകാലം ആലോചിക്കുക. ഒരുപാട് ശിർക്കും ബിദ്അത്തും ഹറാമുകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കൊടികുത്തി വാഴുന്ന ഒരു അന്തരീക്ഷത്തിലാണ് എൻ്റെ ജനനം. ഇന്ന് ഞാൻ ആലോചിക്കുക, എന്നെ നീ എങ്ങനെ ഹിദായത്തിലെത്തും? അത് എനിക്കൊരു അത്ഭുതം തന്നെയാണ്. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂ. പക്ഷെ ഞാൻ കണ്ടു വളർന്നത് വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന, അവരധ്വാനിച്ച് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകള് ആ വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ പറകളിലായി നിരത്തി വെച്ച് അവർ വളർത്തുന്ന കന്നുകാലികളെ ബലിപീഠത്തിൽ വെച്ച് അറുത്ത് ആ ചോര അതിന് കാഴ്ചവെക്കുന്നു. പിന്നീട് ഈ മൃഗങ്ങൾ പ്രസവിച്ച് ആദ്യമായി കറക്കുന്ന പാല് കൊണ്ടുപോയി ആ വിഗ്രഹങ്ങളുടെ മുകളിൽ ഒഴിച്ച് കുളിപ്പിക്കുന്നു. പിന്നെ അതിവേനലായ സമയത്ത് മഴ ലഭിക്കാതെ വരുമ്പോൾ അവരുടെ ഒരു ആചാരം എന്നത് ഈ കൊടുമ്പാവി എന്ന് പറയും. ഭൂമിയിൽ ഏറ്റവും അധികം
പാപം ചെയ്യുന്ന ഒരാളാണത്ര. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. അതിനെ ഒരു വൈക്കോൽ നിറച്ച ഒരു രൂപം കയ്യും കാലും എല്ലാം ആക്കിയിട്ട് അതിനെ ഇങ്ങനെ വലിച്ചഴച്ചു കൊണ്ടുപോയിട്ട് വേറൊരു ശൂരൻ എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലിട്ട് കൊടുക്കുന്നു. അയാൾ അതിന്റെ തല വെട്ടുന്നു. അങ്ങനെ കൊടുമ്പാവിനെ കൊന്നു കഴിഞ്ഞാല് മഴ ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അള്ളാഹു പറയുന്നത് എന്താണ്? ഹുവല്ലദി അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർക്കറിയുന്നില്ലല്ലോ റബ്ബാണ് സൃഷ്ടിച്ചതും നിങ്ങൾക്ക് വേണ്ടി കൃഷി ഉൽപ്പാദിപ്പിച്ചതും നിങ്ങൾക്ക് വേണ്ടി കന്നുകാലികളെ ഇണക്കി തന്നത്. ആ ഒരു സമുദായത്തിൽ നിന്നല്ല റബ്ബേ ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എന്നാണ് അള്ളാഹു തന്ന ഹിദായത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതൊട്ടും കുറഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഈ ഇതിലെത്തി. ആദ്യമായി ഐഷ മാമിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ഒരു ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ്. അതിൽ വിശദീകരണം കേട്ടപ്പോ അള്ളാഹു തന്റെ റഹ്മത്തിൽ നിന്നും പേര് നൽകിയ ഒരു ഗർഭപാത്രം, അതിൽ നിന്നാണല്ലോ ഞാൻ പുറത്തു വന്നത്. എനിക്ക് ഉമ്മ അല്ലാതെ വേറൊരാളെ എന്ത് വേദന വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് ആഗ്രഹങ്ങൾക്കും അശക്തയായ ഒരു ഉമ്മയോടാണല്ലോ ഞാൻ തേടിയിരുന്നത്. പക്ഷേ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് പേര് നൽകിയതെന്ന് കേട്ടപ്പോ അള്ളാഹുവിനെ കഴിച്ച് എനിക്ക് ഏറ്റവും ബന്ധം എന്റെ ഉമ്മയോടാണ് എന്ന് എനിക്ക് മനസ്സിലായി. അൽഹംദുലില്ലാഹ്. എനിക്ക് എന്തിനാണ് ഈ സ്ത്രീ ജന്മം, എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടി. അള്ളാഹുവിനോടാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അള്ളാഹു നിന്നെ ഗർഭം ചുമന്നു, നിന്നെ പ്രസവിച്ചു, നിന്നെ മുലയൂട്ടി, ഈ 3 കാരണങ്ങൾ കൊണ്ടല്ലേ. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്, അവനിലേക്കാണ് നിന്റെ മടക്കം. ഈ കാരണങ്ങൾ കൊണ്ടല്ലേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത്. ഈ 2 തിരിച്ചറിവും അത് എനിക്ക് മറ്റെന്തിനേക്കാളും വലുതായി തോന്നി ഈ ഖുർആനിലൂടെ. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി അള്ളാഹു ഈ ഖുർആൻ പഠനത്തിലൂടെ എനിക്ക് നൽകി. പറയാൻ ഒരുപാട് വാക്കുകൾ, ഒരുപക്ഷെ മറ്റുള്ളവർക്കൊന്നും പറയാനുള്ള സമയം പോലും ഞാൻ അപഹരിച്ചെടുത്തു പോകും, അത്ര കൊണ്ട് പറയാൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ നിഅമത്തും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ കണ്ട ആ മനുഷ്യരിൽ എത്ര പേർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടാവും? എത്ര പേര് എൻ്റെ ഈ അവസ്ഥയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ടാവും? അള്ളാഹുവേ അവർക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി എന്നൊരൊറ്റ പ്രാർത്ഥന. എനിക്കതിന്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്തരം ഒരു സന്ദർഭത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ആ വാല്യൂ മനസ്സിലാവാനായിരിക്കും എന്നെ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത്. അള്ളാഹു എന്നെയും എല്ലാവരെയും ഈ ഹിദായത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്നു. ഹിദായത്തിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ജസാക്കല്ലാഹു ഖൈറൻ നസിമത. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ അള്ളാഹു എല്ലാവർക്കും ഇതേപോലെ ഹിദായത്ത് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ ആമീൻ. സഫിയ ചുണ്ടയിൽ, സഫിയത്ത സംസാരിച്ചോളേട്ടോ ഇൻഷാല്ലാ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാം, എനിക്ക് അങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല. അതായത് ഞാൻ കഥപ്പുറയിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ അവസാന ഭാഗത്തെപ്പോഴാണ് ചേർന്നിട്ടുള്ളത്. എങ്കിലും എനിക്ക് അതിൽ നിന്ന് വളരെ വളരെ ഞാൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും റിബായതയി, അതുപോലെ തന്നെ ദയ്യനൊക്കെ ഞാൻ വളരെ കടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ വളരെ വളരെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ പലപ്പോഴും കടം കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ എഴുതി വെക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കടക്കാർക്ക് ഞാൻ ചിലപ്പോൾ കടം നീട്ടി കൊടുക്കലും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, അതിനെപ്പറ്റി എനിക്ക് അത്രത്തോളം ഞാൻ വീണ്ടും വീണ്ടും അത് പഠിച്ച് കേട്ട്, മാമിൻ്റെ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ട് പഠിച്ച്, അതുപോലെ തന്നെ റിബായെക്കുറിച്ചും നമ്മൾ ബാങ്കിലെ കാര്യങ്ങൾ മാത്രമൊക്കെ അല്ലായിരുന്നു ശ്രദ്ധിക്കുള്ളായിരുന്നു. അല്ലാത്തത് എന്തെല്ലാം ആ വകയിൽ വരുന്നുണ്ട്. റബ്ബ് കാക്കട്ടെ, റബ്ബ്. എന്തായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, അള്ളാഹുവിൻ്റെ ഇതുകൊണ്ട് അള്ളാഹു തആല പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആയത്തുൽ കുർസി പഠിച്ചപ്പോഴും അതുപോലെ ഇപ്പം അവസാനം നമ്മൾ ആമന റസൂൽ എത്തിയപ്പോഴൊക്കെ അതിൻ്റെയൊക്കെ ഒരു അഗാധത എന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും എപ്പോഴും രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ഓരോ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസിയും ആമന റസൂലൊക്കെ ഓതുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇത്രത്തോളം അതിൻ്റെ ആഴത്തിൽ എനിക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നല്ലോ ഇതുവരെ എന്നുള്ള പ്രയാസം ഇത് അറിഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ, റബ്ബേ നാഥൻ എല്ലാത്തിനും അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പം. മാമിൻ്റെ ക്ലാസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചില ദിവസങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല, കയറാൻ പറ്റാറില്ല, അസുഖ കാരണങ്ങളും ഹോസ്പിറ്റലിൽ പോകുകയൊക്കെ ആകുമ്പോൾ. എന്നാലും ഞാൻ റെക്കോർഡുകൾ കേൾക്കാറാണ് പതിവ് അധികം. അൽഹംദുലില്ലാഹ്, ഇവിടെ എത്തിച്ചു തന്ന റബ്ബിനും ഇതിന് എന്നെ സഹായിച്ച കുറേ ആളുകളുണ്ട് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. അവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും, പല മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്. റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹം കൊണ്ടാണല്ലോ നാഥ ഞാൻ ഇവിടെ എത്തിയത് എന്ന് ആ ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഈ ദുആകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും മുന്നോട്ടുള്ള യാത്ര ഖുർആനായിട്ട് എളുപ്പാക്കി തരട്ടെ. ആമീൻ. ഷബീർ പാറക്കാട് റെഡിയാണോ? ഞാൻ മൂസിനാണ്. ഓക്കെ, സംസാരിച്ചോ. കംപ്ലൈന്റ് ആയിട്ടേ വീണ്ടും ഇതാക്കിയത്, അതാ പേര് അങ്ങനെ. ഓക്കെ. ഞാനിപ്പോ ഒരു 3 ക്ലാസ് പെൻഡിങ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതിയത് നോട്ട് നോക്കിയിട്ട് എക്സാം എഴുതിയതാ. പക്ഷെ നമ്മളിപ്പോ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ പറയണേ, മാറിയിട്ടൊന്നുമില്ല, ഒരുപാട് മാറാനുണ്ട്. എങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ മാറ്റം വന്നത് പറയുമ്പോൾ അത് പറയണല്ലോ, അപ്പൊ അത് വിചാരിച്ച് പറയാണ്. ഇപ്പോ നമുക്ക് നമ്മുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റങ്ങള്, മക്കളോടുള്ള പെരുമാറ്റങ്ങള്, അവരൊക്കെ എങ്ങനെയാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് അത് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്. ഞാനൊക്കെ നല്ലൊരു ദേഷ്യക്കാരി ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അത് പെട്ടെന്ന് അടങ്ങും, മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എങ്കിലും അത് ഭയങ്കര അലമ്പാക്കണ ക്യാരക്ടറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എനിക്ക് അൽഹംദുലില്ലാഹ് ഈ ഒരു മാർഗത്തിൽ വന്നപ്പോൾ എനിക്ക് മാറിക്കിട്ടി. അവരൊക്കെ പഠിച്ചുകൊണ്ട് ഒരു അടിമകളാണ്, അവരെ ആ രീതിയിലാണ് നമുക്ക് കാണേണ്ടതുള്ളൂ. നമ്മളത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മളത് എന്ന് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അത് അള്ളാന്റെ ഒരു അടിമയാണ്. അപ്പൊ അവർ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പുറത്തു കൊടുക്കാനും, മക്കളാണെങ്കിലും. പിന്നെ എൻ്റെ ഇതിലൂടെ വന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി, സുഹൃത്തുക്കളെ കിട്ടി.
അപ്പോൾ ആ കുട്ടി എനിക്കൊരു ദിവസം പറഞ്ഞു തന്നതാണ്. എന്നേക്കാൾ ഒരുപാട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, 24 വയസ്സായ കുട്ടിയാണ്, ഹിബ എന്ന് പറയും, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടി തന്നെയാണ്. അവൾ ഇതേപോലെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടുന്ന് ആ ടീച്ചർ പറഞ്ഞു കൊടുത്തത് വാക്കുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അവര് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ അള്ളാന്റെ ഒരു അടിമ അങ്ങനെ ആയിട്ട് കണ്ടാൽ മതി. നമ്മുടെ മക്കളിനെ നമ്മൾ വേറൊരാളെടുത്ത് ആ ഒരു 10 ദിവസത്തിന് നോക്കാൻ ഏൽപ്പിച്ചു. അപ്പൊ നമ്മൾ അവരോട് പറയും, എന്റെ മോളെ നീ പൊന്നു പോലെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവര് എങ്ങനെയാ, ഇത് എന്റെ ഒരു കൂട്ടുകാരത്തിന്റെ മകളാണെന്നുള്ള നിലക്ക് ആ രീതിയിലാണ് ആ കുട്ടിനെ ട്രീറ്റ് ചെയ്യുള്ളൂ. നമ്മളതാണെന്നുള്ള മാതിരിയല്ല അവൾ ട്രീറ്റ് ചെയ്യുക. അവര് വേറൊരു ഒരാളുടെ മകളാണ്, അവരെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ആ രീതിയിൽ. പക്ഷെ നമ്മൾ അവരെ ഉപദ്രവിച്ചു, അവരെ ഒരുപാട് എന്തെങ്കിലും മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു, മാനസികമായിട്ടോ ശാരീരികപരമായിട്ടൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്റെ കുട്ടീനെ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യില്ലല്ലോ. അപ്പൊ അതുപോലെ അള്ളാഹു നമ്മളെ നോക്കാൻ ഏൽപ്പിച്ച ഒരു ഒരു അമാനത്താണ് നമ്മുടെ ആരായാലും അത് എന്ത് ഉത്തരവാദിത്തങ്ങളാണ് അതിന് ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി. നമ്മളത് എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് പലതും അപ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളുമായിട്ട് ഉദിക്കുന്നത്. അവർ ചെയ്യുന്ന തെറ്റുകള് അല്ലെങ്കിൽ അവര് നമുക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷകള് നമ്മൾ അവളെ അത് നോക്കാൻ ഏൽപ്പിച്ച ഒരു അമാനത്ത് എന്നുള്ള നിലക്ക് നമ്മൾ അവരെ പരിഗണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അൽഹംദുലില്ലാ അതൊക്കെ എനിക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടിയത്. അപ്പൊ അതൊക്കെ നമുക്ക് അവരോട് എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത് അത് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫോണിൽ ഇരുന്ന് നശിപ്പിച്ചിട്ട് നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായ നമ്മള് ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വലുപ്പമല്ല അതൊക്കെ അതിലൂടെ ഇതിലെത്തി നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഖുർആനിലൂടെ പഠിച്ച കാര്യങ്ങൾ അൽഹംദുലില്ലാ അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത് ആരോട് പെരുമാറുമ്പോഴും ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കാൻ പേടിയാ. കാരണം നമ്മൾക്കും ആ തെറ്റ് പറ്റുമ്പോൾ നമുക്ക് തെറ്റാണെങ്കിൽ കൂടി നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്കത് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അൽഹംദുലില്ലാ. പിന്നെ ഇപ്പൊ എനിക്ക് ആമിന റസൂലിന്റെ ഒരുപാട് റിഫ്ലക്ഷൻ കേട്ടപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് കേൾക്കാൻ. അത് പകുതി കേട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അത് കേൾക്കണം. കാരണം വീട് പണി നടക്കുന്നുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ ഞാൻ തന്നെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ രാത്രി 9:30 മണിക്കാണ് ഓട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഫ്രീ ആയിരുന്ന് കേൾക്കണം. അതന്നെയാണ് വലുത്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. എങ്കിലും നടത്താൻ ആരുമില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ അൽഹംദുലില്ലാ എനിക്ക് ഈ കിട്ടിയൊരു അറിവ് ഇതിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. മാറ്റങ്ങൾ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനി ഒരുപാട് മാറാനുണ്ട്. അള്ളാഹു എത്തിച്ചേരട്ടെ, നിലനിർത്തി തരാൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരണം വരെ ഇതൊന്നും എത്തി നമ്മൾ ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ദുആയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈറ. ഇൻഷാ അല്ലാഹ് ഫനാസ് അബ്ദുള്ള, നിങ്ങൾ പേരൊന്ന് പറയണേ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് സഫ്നാസ് ആണ്. ഫനാസ് എന്റെ ചെറിയ മോന്റെ പേരാണ്. ഓക്കെ, മാഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്തോളൂ ഇൻഷാ ഇങ്ങനെ പറയുന്നത് അറിയില്ല. ഞാൻ ബക്കറ ഇതിനു മുമ്പ് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ പഠിച്ചിരുന്നു. ആ സമയത്ത് പിന്നെ ജസ്റ്റ് വേർഡ് മീനിങ് അങ്ങനെ പഠിച്ചത്, ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ അറിയാനും സംസാരിക്കാനും. അപ്പൊ ഈ ടീച്ചർ പറഞ്ഞില്ലേ ധാരാളം ഒത്തുകളും പവ്യങ്ങളും നമുക്ക് ഇങ്ങനെ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ കിട്ടുന്നുള്ളത്. അപ്പോ ഞങ്ങൾക്ക് എനിക്ക് അന്നും ഇന്നും എനിക്ക് എൻ്റെ അനുഭവത്തിൽ വന്ന് എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് പഠിച്ചവരിങ്ങനെ എത്തിച്ചു തന്ന ഒരു കാര്യമാണ് വസ്തായിനോ ബിസ്വബി വസ്വല. നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിന്റെ സഹായം തരുന്നു. എനിക്ക് പറ്റൂല അങ്ങനെ വിചാരിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കിട്ടൂല, എനിക്ക് ആവൂല. അപ്പൊ ഞാൻ ഇത് തോന്നി, പഠിച്ചോ നമുക്ക് വാക്ക് തരാണ്, നിങ്ങള് ക്ഷമയിലൂടെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തരുന്ന. സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഡെയിലി ഞാൻ മുഹാ നിസ്കരിച്ച് കഴിഞ്ഞാൽ 2 റക്അത്തിന് എൻ്റെ ഒരു ആഗ്രഹം ഈ മനസ്സിലിങ്ങനെ അള്ളാഹുവിനോട് തുറന്ന് പറയുമ്പോൾ, ഞാൻ പൊതുവെ ആരോടും അങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അള്ളാഹുവിനോട് പറയും എനിക്ക് ഇങ്ങനെ ഉണ്ട് പഠിച്ചത്, നീ അത് എത്തിച്ചേരും. സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ അൽഹംദുലില്ലാ അത് ഭയങ്കര ഒരു മാജിക് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് കഴിയൂലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും, എൻ്റെ ഖുർആൻ പഠനം തന്നെ എനിക്ക് ഇങ്ങനെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ സബ് ഗ്രൂപ്പിൽ ഞാനായിരുന്നു ഏറ്റവും ബാക്കിൽ. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ ഡെലിവറി ആയി നാട്ടിൽ സെറ്റിൽ ചെയ്ത്. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് സമയം ഒക്കുന്നില്ല. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു.
അപ്പൊ ഞാൻ ആകെ പിറകിലായി. അപ്പൊ എല്ലാവരും ചോദിക്കും, നീ മാത്രം പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ 2 സ്കെച്ച് പഠിച്ച എനിക്ക് എന്റെ എളുപ്പമായി തരണം, എനിക്ക് എളുപ്പമായി തരണം, എനിക്ക് വിട്ടുപോകല്ലേ, എപ്പോഴും ഞാൻ അത് ഓർക്കും. പിന്നെ എനിക്ക് അൽഹംദുലില്ലാ അത് കിട്ടി. അതുപോലെ കോവിഡ് കാലത്തൊക്കെ വീട് പണിയൊക്കെ തുടങ്ങിയപ്പോൾ ആകെ എല്ലാം നിന്നു, എല്ലാം ബന്ധായ സമയത്ത് ഞാൻ സ്കെച്ച് ദുആ ചെയ്യാൻ തുടങ്ങി. പഠിച്ചത് എത്തിച്ചേരണം, പഠിച്ചത് കൈവിടലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അത് എല്ലാവരും മുറുകെ പിടിക്കുക. അങ്ങനെ സ്കെച്ചിട്ട് പഠിച്ചോ. നമ്മളെ ഇത്ര അടുത്തോളം അടുത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, അത് പഠിച്ച് നമുക്ക് എത്തിച്ചേരും. വേറെ പറയാനുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. വേറെ മറ്റുള്ളവരുടെ അവസരം പറയാൻ പോകാൻ. ജസാക്കല്ലാഹ് ഖൈറ. സഫ്നാസ്, ഇത് ശരിക്കും ഭയങ്കര വലിയൊരു ട്രഷറാണ് ഇവിടെ ഷെയർ ചെയ്തത്. വസ്തായിനു ബിസ്സബ്രി വസ്സല. അത് ഓരോരുത്തരും അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. നിങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് മതി. ശരിക്കും അതാണ് നമ്മളെ ജീവിതം. അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഇനി മൂസ മുഹമ്മദ്, ആരാണ് ആള്? പേരൊന്ന് പറഞ്ഞിട്ട് വേണേ സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ്. റഹ്മ. ഓക്കെ സംസാരിച്ചോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കിങ്ങനെ പറയാനൊന്നും അറിയില്ല, എന്നാൽ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ കേട്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. ഞാൻ ആദ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ തിൽക്ക റസൂൽ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഗ്രൂപ്പ് കിട്ടിയത്. അപ്പൊ അത് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോരോ പ്രാവശ്യം ഇങ്ങനെ ആവേശാവധി കേൾക്കാൻ. ആ ദിവസം വരാൻ വേണ്ടി ഞാൻ കാത്തു. എന്റെ ജീവിതത്തിന്റെ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുക. എന്തറിയാകുമ്പോൾ ഞാൻ ഇരിക്കുക. ആദ്യമല്ലേ സെമീന വസൈന അങ്ങനെ ആയിപ്പോയിനാള് ഞാൻ. ഇപ്പൊ സെമീന വസൈന സെമീന വസൈന തന്നെ ആക്കിട്ട് അങ്ങനെ ഒരു എന്തോ ചിന്തയെല്ലാം ഭയങ്കര മാറിയിട്ട് നല്ല ഇതിനെ തന്നെ ആയിട്ട് വരാനു. പിന്നെ ഞാൻ മക്കളോടെല്ലാം ഇങ്ങനെ പറയും, എന്ത് കാര്യം ഉണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹു അറിയാ. നമുക്കത് അറിയാം നന്നായിട്ടു. എന്നാലും ടീച്ചറെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു സന്തോഷം പോലെ. ഇങ്ങനെ അറിഞ്ഞു കേട്ടിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോ വേറെ തന്നെ ഒരു ഇത് നമുക്കില്ലേ. കുറെ ഇങ്ങനെ ഓതി അതിന്റെ കുറെ തജ്വീദ് ഓതാനോ, തജ്വീദ് പിന്നെ ഹേമത്തോട് ഓതാനോ, അല്ലാണ്ട് കുറെ കത്തം തീർത്താനോ, അങ്ങനത്തെ അല്ലാണ്ട് നമ്മളിങ്ങനെ ഈ തദബ്ബുർ ചെയ്തിട്ട് അർത്ഥം കുറച്ചെല്ലാം പറയും, വായിക്കലും ചെയ്യും. പക്ഷെ ഇത്രത്തോളം തദബ്ബുർ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനത്തെ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ എന്റെ മനസ്സിൽ പോയിട്ടില്ല ഒന്നും. ഇതിപ്പോ ഇങ്ങനെ കേട്ടിട്ട് നോക്കും, ഞാനൊക്കെ എന്റെ അടുത്ത് തന്നെ അതുണ്ട്, എന്നോട് ഒരു കാര്യം പറയുന്നതാണ്, അത് ഞാൻ ചെയ്യണോ, അതാക്കണം. അപ്പൊ സമയം ബാങ്ക് കൊടുക്കുമ്പോൾ അനുസ്കരിക്കണോ, മാറ്റി വെക്കണ്ട, അത് കുറച്ച് സമയം 20 മിനിറ്റ് കഴിയട്ടെ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്റെ പണി തീരണം. ഞാൻ മോളോടും പറയും അങ്ങനെ, ആ പണിയാടെ വെച്ചോട്ടെ, നിസ്കരിച്ചോ, അല്ല വിളിച്ചിട്ട് നമ്മൾ പോയിട്ട് ബാക്കിയുള്ള പണി ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. പിന്നെ എന്ത് കാര്യത്തിന് തന്നെ ദിക്റ്, സലാത്ത്, ഖുർആൻ പറയണ, വെള്ളിയാഴ്ച മൽക്കാഫ് അത് ഓദിക്കോ, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം. അങ്ങനെ പറയാ. നമ്മളോട് ഞാൻ പറയും, ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്യണം, അതുകൊണ്ടാണ് നീ ഓദിക്കോ, എന്നിട്ട് ചെയ്തോ. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് തോന്നുന്നു. ഈ ക്ലാസ്സിൽ ചേർന്നേരെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു മാറ്റം വെച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു. എന്നെ കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും, ഒരു മാറ്റം, ഒരു സംഭവം വെച്ചിട്ടുണ്ട് നമുക്ക് നിന്ന്. പിന്നെ അങ്ങനെ ഓരോ ബുധനും വ്യാഴം അങ്ങോട്ട് കാത്തു വെക്കുക. പിന്നെ ആമീർ റസൂലിന്റെ ആ ദുആ മറവി കാരണ. പിന്നെ നമ്മൾ അബദ്ധത്തെ പറ്റിയപ്പോ അതിങ്ങനെ പണ്ട് കാലത്ത് കുറെ തെറ്റ് ചെയ്തിട്ടില്ലേ നമ്മളിങ്ങനെ, അറിയില്ല അത് തെറ്റാന്നൊന്നും അറിയില്ല, തെറ്റാന്ന് അറിയും ചെയ്യാം, എന്നാലും അതങ്ങനെ ചെയ്തു പോന്നു നമ്മളോട്. ഇപ്പൊ ഈ ആയത്തിന്റെ ആയത്തിന്റെ അർത്ഥവും അറിയാം എനിക്ക്, പക്ഷെ ഇത്ര ഉൾക്കൊണ്ടിട്ട് ഞാൻ ഓർത്തിട്ടില്ല. ഇപ്പൊ ഇതിങ്ങനെ മേമിന്റെ ക്ലാസ് കേട്ടപ്പോ ഇങ്ങനെ ഓർത്തപ്പോ അത് ഭയങ്കര എനിക്കൊരു ഭയങ്കര മനസ്സിൽ തൊട്ടിന്. പണ്ട് കാലത്തിൽ എന്തോ തെറ്റ് ചെയ്തു പോയി. അള്ളാഹിനോട് ഇപ്പൊ ഞാൻ കരഞ്ഞു ദ്വാരക്കുന്നതിനെ പറയൂ. അള്ളാഹു ഓരോ നേരത്തെ നിസ്കാരത്തിന് ആമീർ റസൂലിന്റെ ദുആ എടുത്ത് കൊണ്ടുവന്നിട്ട് തന്നെ ഇങ്ങനെ അള്ളാഹോട് പറയും, അള്ളാഹ് എന്തോ തെറ്റ് ചെയ്തിട്ട് ജീവിച്ചതാണ്, ഇപ്പൊ ഞാനത് മനസ്സിലായി, എന്റെ ജീവിതത്തിൽ എടുക്കാൻ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയണേ അല്ലാ, ഈ തെറ്റിൽ നിന്ന് എനിക്ക് മുക്തിയാകാൻ കഴിയണേ അല്ലാ. അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടാൽ മാത്രം. ഞാൻ എന്റെ മോളോടും, എന്റെ ചെറിയ മോനുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഓനോട് ഞാൻ പറയും, എന്ത് കാര്യം പറയും അള്ളാഹിനോട് ആദ്യം ചോദിക്കേ, ഉമ്മായിട്ട് പറയുന്നതിന് പിന്നെ അള്ളാഹിനോട് ചോദിക്കേ. സൈക്കിളിന്റെ എന്തെങ്കിലും ഉണ്ട് കൽസാനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയുമ്പോ ഞാൻ പറയും, ആദ്യം അള്ളാഹിനോട് ചോദിക്കേ മോനെ, എന്നിട്ടാ ഉമ്മയോട് പറയുന്നത്. അപ്പൊ ഓനിക്ക് അത് അത്ര ആദ്യം പിടിയിട്ടില്ല. ഇപ്പൊ ഓനിക്കും അതറിയാം നന്നായിട്ട്. ഉമ്മ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം അവന്റെ സാധിച്ചു പോരുന്ന പോലെ എനിക്ക് തോന്നിയോണ്ട് ഓനും പറയും, ഉമ്മമ്മ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിനെ, എന്റെ ഉമ്മമ്മയോട് പറയുന്നേ, അള്ളാഹിനോട് പറഞ്ഞിട്ടും അള്ളാഹ് എനിക്ക് ശരിക്കും ആയിത്തന്നെ, എന്റെ പെൻസിൽ എനിക്ക് കിട്ടീന്. അങ്ങനെ എനിക്കൊരു തോന്നല്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് എല്ലാം കേൾക്കുന്നുണ്ടല്ലേ നമ്മളത് മാറുന്നത്. എന്റെ ക്ലാസ് കേൾക്കുമ്പോ
പ്രത്യേകിച്ചും എന്താ പറയണ്ടേ, മനസ്സിനൊരു ഉള്ളി എന്നോട് തന്നെ ഇത് പറയുന്നത്. ആദ്യത്തെ നാളെ തിലാവിൽ ഒതുക്കിയ പോരായിരുന്നു. പണ്ടേ ഞാനിത് ഇങ്ങനെ തദബുർ തന്നെ കേൾക്കണമായിരുന്നു. ആദ്യം മുതലേ ഞാൻ കേൾക്കണം. ഇപ്പൊ ഞാൻ നഷ്ടപ്പെട്ടു പോലെ വരെ. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആദ്യേ ഫാത്തിയ മുതലേ ഞാൻ കേൾക്കണേനും അങ്ങനെ ഒരു വല്ലാത്തൊരു ചിന്ത പോലെ. ഈ ക്ലാസ് കേൾക്കുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഇതാക്കുക. നീ റെക്കോർഡ് കേൾക്കുന്ന പോലെയും അതുപോലെ ഒന്നല്ല നീ ക്ലാസ് കേൾക്കുന്നത് പറഞ്ഞൊരു നമുക്കൊരു ആവേശം ഇതല്ലേ ഉണ്ടാകുക. അങ്ങനെ എന്തോന്നറിയില്ല, എനിക്കൊരു മാറിയ പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെ ഇത് കേട്ടിട്ട് എന്റെ ജീവിതം മൊത്തം മാറട്ടെ, ദീനിലേക്ക് അടുക്കട്ടെ, അള്ളാഹുലായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം പങ്കുകൊടുത്ത് വടസ്കരിക്കണം എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഒന്നൊന്നുമല്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു നിസ്സാരം ആരും വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ അത് ഞാൻ പണ്ടല്ല അങ്ങനെ ചെയ്തു പോയി അതിനെ പുറത്ത് തന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിതം മാറ്റാൻ തോന്നിയതാ. അപ്പൊ ഞാനത് അള്ളഹാനോട് പറയുന്നേ ചെയ്യട്ടെ, അതെനിക്കത് മാറി തന്നെ. മുമ്പ് നസീമ കബീർ വരെ പരീക്ഷക്ക് ഞാൻ അള്ളാഹ് ആദ്യം പറഞ്ഞു നിന്നു. അതുപോലെ തന്നെ എനിക്കും ഓരോ കാര്യമായി പരീക്ഷ ആയാലും കുറെ പരീക്ഷ നമ്മളിങ്ങനെ എഴുതുമ്പോൾ അള്ളാഹ് എനിക്കത് നാളെ എളുപ്പമാക്കി തന്നെ, പരീക്ഷ ഇന്നുണ്ട് അത് ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നെ. പരീക്ഷയിൽ മാർക്കും വാങ്ങാതെ മാത്രമല്ല അള്ളാഹ് എന്റെ ജീവിതത്തിൽ ആ ഭാഗം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണേ, അതും അങ്ങ് ദുആ ചെയ്യും. അപ്പൊ അല്ലേ നമുക്കൊരു ഇതുണ്ടാകുക. അങ്ങനെ എന്തോ ഒരു എന്താ പറയണ്ടേ, പറയാന് കിട്ടുന്നില്ല. അത്രയും മാറിയത് തന്നെ ഈ ക്ലാസ്സിലൂടെ തന്നെ കുറേ മാറിയത്. പിന്നെ അതന്നെ അവന് അത് പറഞ്ഞു തരുന്നോണ്ട് ഞങ്ങൾക്കും അതിന്റെ വർക്കത്തും റഹ്മത്തിനും കിട്ടട്ടെ. നമുക്ക് ഇതിന് കൂടുതൽ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് ജീവിക്കാനും കഴിയട്ടെ. ഇനി അങ്ങോട്ട് ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നല്ല നിലയിൽ കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയട്ടെ. ഈ അമരസുന്റെ ആയത്തന്നെ എനിക്ക് ലാസ്റ്റത്തായി ദുആ തന്നെ എന്റെ മനസ്സിൽ എപ്പോഴും പണ്ടെല്ലാം എന്ത് തെറ്റ് ചെയ്ത ഇങ്ങനെ വിചാരിച്ചു പോയി ഞാനത്. ഇപ്പൊ അത് ഓർത്ത് എനിക്ക് കരച്ചിൽ വരും. ഓരോ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കും, എന്താ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാനും ഈ പിന്നെ എന്തെങ്കിലും എല്ലാം ചെയ്തു പോകുന്നില്ല നമ്മളോട്. നമുക്കറിയാതെ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അറിയും നമുക്കത് മറ്റൊരുത്തർ പറയരുത്, മറ്റൊരുത്തർ ആക്കരുന്നല്ല, എന്നാലും നമ്മൾ പറഞ്ഞു പോകുന്നില്ല, കണ്ടു പോകുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ബൈക്കിൽ അങ്ങനെ പോകുമ്പോൾ തല താത്തിട്ട് പോവാ, മറ്റൊരുത്തർ ഒന്നും നോക്കണ്ട, നമുക്കൊന്നും അറിയണ്ട. എനിക്ക് മറ്റൊരുത്തർ കാര്യം അറിയണ്ടെന്നില്ല തന്നെ അഭിയിരിക്കും. എന്താ വെച്ചാൽ അറിഞ്ഞാലല്ലേ അത് മറ്റൊരുത്തരോട് എന്നോട് പറഞ്ഞു പോകും. അപ്പൊ അന്നും അറിയണ്ട, മതി ഞാൻ എന്റെ ജീവിതത്തില് എനിക്ക് ഇത് മാത്രം മതി എന്നിട്ട് അറിയാണ്ടല്ലേ വേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കും പറയുകയും ചെയ്യും. പക്ഷെ ഈ ക്ലാസ് മുഖേന ജീവിതത്തിൽ കുറെ മാറ്റം വന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ജസാക്കല്ലാഹു ഖൈറ. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും അവരെ മനസ്സ് തുറക്കുമ്പോൾ ശരിക്കും എവിടെയാ എന്താ പറയണ്ടേന്ന് അറിയാതെ മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. ബാറക്കല്ലാഹ്. അള്ളാഹു എല്ലാം നമ്മുടെ മനസ്സിലേക്കും ഹൃദയം അല്ല നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പഠിച്ചതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എളുപ്പം തരട്ടെ. ആമീൻ. നസീമ ഷിഹാബുദ്ദീൻ മിസ്സിംഗ് ആണല്ലോ. ഞാൻ സഫറിന് ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നസീമ ഷിഹാബുദ്ദീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാൻ തോന്നുന്നത്. സഫറിൻ സംസാരിച്ചോളാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാന് ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് സെക്കൻഡ് ബസുവിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ ഒരുപാട് ഈ സൂറ ബഖറ എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള സൂറത്തായിരുന്നു. കാരണം ഒത്തിരി വായിക്കുമ്പോൾ അർത്ഥം വായിക്കുമ്പോഴും ആകെ ഒരു കൺഫ്യൂഷനാണ്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവാത്ത ഒരു സൂറത്തായത് കൊണ്ട് വലിയ പ്രാധാന്യം അത്ര കൊടുക്കൂലായിരുന്നു. അപ്പം ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നു ബക്ര ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ട് ഈ സൂറത്തോട് ഇത്ര ഇഷ്ടം തോന്നുന്നില്ല എന്ന്. അപ്പൊ യാദൃച്ഛികമായിട്ടാണ് അപ്പൊ ഇതിനെ ഒന്ന് പഠിക്കണം മനസ്സിലാക്കണം വെച്ചിട്ടാണ് തഫ്സീറിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നത്. നല്ലൊരു ക്ലാസ് എത്തിച്ചേരണം, അല്ല ഇതൊന്നും എനിക്ക് എന്തുകൊണ്ടാണ് അതിനോട് ഇഷ്ടം തോന്നാത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ മൗലിമയുടെ ക്ലാസ് എനിക്ക് കിട്ടുന്നതും അതിൽ യാദൃശ്ചികമായിട്ട് എന്നെ ജോയിൻ ചെയ്തതാണ്. അള്ളാഹു നമ്മൾ അന്വേഷിക്കുമ്പം നമ്മൾ അള്ളാഹിന്റെ ചോദിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് എത്തിക്കും എന്നതിലാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ ആ കിബിലയുടെ മാറ്റമാണ്. അള്ളാഹു ആ ഒരു തന്നപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി. നമ്മുടെ ലൈഫിലും ആ ഒരു ചേഞ്ചസ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് തന്നെ. പിന്നീട് മാഷാ അല്ലാഹ് എന്താ പറയാ, ഓരോ ക്ലാസ്സും ഒരു പുതിയ ഒരു കാര്യം കേൾക്കുന്ന ഒരു ഇതായി. എല്ലാ വെനസ്ഡേയും ഇങ്ങനെ കാത്തിരിക്കും, ഇന്നൊരു പുതിയ വിഷയത്തെ കുറിച്ചുള്ള അറിവാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പിന്നെ മൗലവിയുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാവരുടെ പറയും, ഇങ്ങനെ ചെയ്യണം, ഇതാണ് കാര്യം എന്ന്. കാരണം ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കേട്ടത് കുറച്ചുകൂടെ നമുക്ക് ഡെപ്തായിട്ട് നിൽക്കുന്ന ഒരു ഫീല് തോന്നിയിരുന്നു. അത് ഭയങ്കര മൗലം എപ്പോഴും പറയുകയും ചെയ്യും ആ കാര്യത്തെ കുറിച്ച്. നമ്മൾ കേൾക്കുന്ന കാര്യം മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം. അതും വലിയ എന്താ പറയാ, അതൊക്കെ വലിയ അനുഭവമായിരുന്നു. പുതിയ കാര്യം കേൾക്കാനുള്ള ഒരു ഉത്സാഹം, സന്തോഷവും. പിന്നീട് ഏറ്റവും ലാസ്റ്റത്തെ ആയത്തുകൾ എത്തിയപ്പം
അപ്പോഴാണ് ഞാൻ ഫസ്റ്റിന്റെ ക്ലാസ് ഒക്കെ നോക്കുന്നത്. അപ്പം മൗലിമയുടെ ക്ലാസ്സിനെ കുറിച്ച് പുറത്ത് ബക്കറയുടെ ഹിഫ്ള് ചെയ്യുന്നവര് പലരും അങ്ങനെ ഒപ്പീനിയൻസ് പറഞ്ഞിരുന്നു. അങ്ങനെ അതില് ഒരു 2-3 ക്ലാസ് കേട്ട സമയത്ത് അപ്പോഴാണ് ഈ ലാസ്റ്റ് ആയത്തുകളും ഫസ്റ്റ് ആയത്തുകളുടെ കണക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പിന്നെ തദക്കൂറ്, പിന്നെ ഇപ്പം ബക്കറ ഓതുമ്പം ഓരോ ആയത്തും നമ്മൾക്ക് എന്താണ് അത് ഉൾക്കൊണ്ടിരിക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്ന ഫീല് മനസ്സിലാക്കിക്കൊണ്ട് ഓതാനും അത് പറയാനും. പിന്നെ ഇപ്പം എല്ലാ ആയത്തും പ്രിയപ്പെട്ടതായി. ഇപ്പൊ ബക്കറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറയായിട്ട് മാറി. എങ്ങനെയാ അത് പറയണമെന്ന് അറിയില്ല, പക്ഷെ അതിപ്പം മനസ്സിലാക്കി പഠിച്ചു. ജീവിതത്തിൽ അതൊന്നും ഉൾക്കൊള്ളാനൊന്നും ഇതുവരെയും ഒരുപാട് കാര്യങ്ങൾ തിരുത്താനും മാറ്റാനും ഒക്കെ ഉണ്ട്. പലപ്പോഴും ഭയങ്കര സ്ട്രഗിൾ ആണ്. മലോ പറയുന്ന പോലെ ചില സമയം ചില ആയത്തുകൾ നമ്മളിങ്ങനെ കേൾക്കും, പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണമായിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാതെ ഒരു മെന്റലി നല്ല ഒരു സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അതും സഹായിക്കണം. അള്ളാഹുവിന്റെ സഹായം കൂടാതെ അതിനൊന്നും കഴിയില്ല. പിന്നെ മൗലിമയുടെ ക്ലാസ്മേറ്റ് ഏറ്റവും വലിയതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന പറയണത്. പലപ്പോഴും ചില സാഹചര്യങ്ങളിലൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. സന്ദർഭങ്ങൾ ഇപ്പോഴും മറന്നു പോകും. അത് ഒരു മൗലിമയുടെ ക്ലാസ്സിൽ കയറുമ്പോൾ വീണ്ടും അതൊരു ഉണർത്തലായിട്ടാണ് എപ്പോഴും അത് കേൾക്കുമ്പോൾ. അൽഹംദുലില്ലാ, എല്ലാവരും ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ടുവരണം. കാരണം നമ്മൾ പലപ്പോഴും ഇതൊക്കെ, ഇപ്പൊ എനിക്ക് 19 വയസ്സാണ്, ഈ വയസ്സിലാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ശീലമാക്കണത്. അപ്പൊ ശീലമാക്കിയാൽ അത് എളുപ്പമാണ്. അത് കൊണ്ടുവരാൻ വളരെ സ്ട്രഗിളും ഉണ്ട്. നല്ല എല്ലാം എളുപ്പമാക്കി തരട്ടെ എല്ലാവർക്കും. ഈ ബക്കറ എനിക്ക് വലിയൊരു ഭാരമായ സൂറത്തായിട്ട് തോന്നിയത് ഇന്ന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സൂറത്താണ്. ഇന്ന് ഞാൻ ഒരു ദിവസത്തിൽ ആ ബക്കറ ഓതി തീരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരു ഇഷ്ടത്തോടെ ഓതാറാണ് ചെയ്യുന്നത് ഇപ്പം. എന്നും അള്ളാഹു അവസാനം വരെ നിർത്തി തരട്ടെ എല്ലാവർക്കും. ഈ ക്ലാസ്സിൽ ഒത്തുകൂടി എല്ലാവർക്കും ബക്കറയുടെ, നമ്മൾ ഒത്തുകൂടിയത് ബക്കറ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. അൽഹംദുലില്ലാ, നമ്മൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ജന്നത്ത് ഫിർദൗസിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടട്ടെ. മൗലിമയ്ക്ക് ഈ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കുന്നത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, ഇത് എളുപ്പമാക്കി ഞങ്ങൾ ഇത്രയും മനോഹരം ഞങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞതിനെല്ലാം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ. ആമീൻ ആമീൻ. ജസാക്കല്ലാഹു ഖൈറൻ, ബറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഓരോരുത്തരുടെയും ദുആകള് ഒന്നിച്ച് ഉത്തരം നൽകിയതാണ് ഇവിടെ, അല്ലെ? അൽഹംദുലില്ലാ. അതുപോലെ എത്രയോ പേര് പുറത്ത് ഇതുപോലെ ദുആ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഓരോരുത്തരുടെയും ദുആകൾക്ക് ഉത്തരമാവാൻ നിങ്ങൾക്കും ഇതുപോലെ ഓരോരുത്തർക്കും പറ്റട്ടെ. ഇവിടെ ഞാൻ എന്നുള്ളതല്ല, നമ്മളെ ദുആക്ക് അള്ളാഹ് തന്ന ഉത്തരം, അതുപോലെ മറ്റുള്ളവരുടെ ദുആക്ക് നമ്മൾ ഉത്തരമാവാനുള്ള തൗഫീഖും റബ്ബ് തരട്ടെ. എല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും റബ്ബ് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. ഇനി മൈസൂന അബൂബക്കർ, നിങ്ങൾക്ക് സംസാരിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? ആളുണ്ടോ? മൈസൂന അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, മൈസൂന സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ നസീറ സംസാരിച്ചോ. ഒരു മിനിറ്റ്, ഇപ്പൊ സംസാരിക്കാം. ഒരു മിനിറ്റ് സെക്കൻഡ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الكريم. ഇത് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറയണമെന്ന് വിചാരിച്ചപ്പോ തന്നെ എങ്ങനെ ഇത് പറയും, അത് പറയേണ്ട അർഹതയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചത് അതാണ്, എനിക്കിത് പറയാൻ പറ്റുമോ, എത്രത്തോളം എനിക്കിത് പറയാൻ പറ്റുന്നറിയില്ല. ഞാൻ കുറെ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ട് പറയാൻ വേണ്ടി. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഹംദ് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റിയതിന് ഒരു അൽഹംദുലില്ലാ. കാരണം ആദ്യം പറഞ്ഞ കാര്യം അതാണ്. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹംദ് പറയാൻ പറ്റണം നമുക്ക്. അൽഹംദുലില്ലാ. ഈ ബക്കറ ഫസ്റ്റ് തുടങ്ങിയപ്പം ആയിഷ പറഞ്ഞ നമ്മളോട്, ഇത് വെറുതെ ഒന്ന് കേട്ട് പോയാൽ മതി, ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല, എക്സാം ഇട്ടാവില്ല, പിന്നെ നിങ്ങളൊന്ന് കേട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഇത് നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ആയിഷ ഇത് തുടങ്ങിപ്പിച്ചത്. ഞാനും വിചാരിച്ച് കേട്ട് പോവാനല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോഴും നീയത്തില്ല ഇത് ജീവിതത്തിൽ കൊണ്ടുവരണമെന്നോ പിന്നെ ഇത് പഠിക്കണമെന്നോ നീയത്തില്ല. എന്നിട്ട് ഒരു 27-28 ആയത്തായപ്പം പെട്ടെന്ന് ഒരു ദിവസം ആയിഷ പറഞ്ഞ് ഇതിന്റെ എക്സാം എഴുതണമെന്ന്. അപ്പൊ ചിന്തിച്ചു, എക്സാം അല്ലേ, പഠിച്ച് എഴുതാമെന്ന് വിചാരിച്ച്. അപ്പൊ ആദ്യത്തെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് സത്യത്തിൽ ബോധം പോയിട്ടില്ല എന്നേ ഉള്ളൂ.
അത്രയും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് അള്ളാഹു നമ്മളെ കൊണ്ട് എടുപ്പിച്ച ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പായിരുന്നു അത്. അൽഹംദുലില്ലാ. ആദ്യത്തെ ചിന്ത തുടങ്ങിയത് അത് എക്സാം എഴുതാൻ തുടങ്ങിയത് മുതലാണ്. അതുവരെ കേട്ടു പോവല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് ജോലി തിരക്കിൽ കേട്ടു, യാത്രയിൽ കേട്ടു, കിടന്ന് കേട്ടു, ഇരുന്ന് കേട്ടു. പക്ഷെങ്കില് അപ്പോഴും സമേന വാസേന ആയിരുന്നു. സമേന അതിലേക്ക് എത്തിയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ബക്കറ കേട്ടോണ്ടിരിക്കുമ്പം നമ്മള് ജീവിതത്തില് പരക്കം പായാണ്. എന്തിനാണ്? ഭർത്താവിനോടുള്ള ഹക്ക്, മക്കളോടുള്ള ഹക്ക്, പിന്നെ മാതാപിതാക്കളോടുള്ള ഹക്ക്. പക്ഷെ ഇതിനെല്ലാം ഉപരി അള്ളാഹുവിനോടുള്ളൊരു ഹക്കുണ്ട്, നമ്മളത് മറന്നുപോയി. നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹിനോടുള്ള ഹക്ക് കഴിഞ്ഞു. നോമ്പെടുക്കുന്നുണ്ടോ? അള്ളാഹുവിനോടുള്ള ഹക്ക് കഴിഞ്ഞു. അള്ളാഹ് പറഞ്ഞല്ല പിന്നെ ഇമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. നോമ്പ് എടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ അള്ളാഹിനോടുള്ള ഹക്ക്. സത്യത്തിൽ യഥാർത്ഥത്തിൽ അതല്ല അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് മനസ്സിലാക്കി തന്ന ഒരു സൂറയായിരുന്നു ഈ സൂറ ബക്കറ എന്നുള്ളത്. പിന്നെ ഇതിൽ കയറുമ്പം ആദ്യം വിചാരിച്ചത് കുഴപ്പമില്ല, ഞാൻ നല്ലൊരാളാണ്, എനിക്ക് കുറേയൊന്നും കറക്റ്റ് ചെയ്യാനില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കേട്ട് തുടങ്ങിയപ്പം എവിടേക്കോ കുറച്ചൊന്ന് കറക്റ്റ് ആവാനുണ്ട്, ബാക്കിയൊന്നും ഞാൻ കുഴപ്പമില്ല. പിന്നെ പറഞ്ഞു ഇത് ബനി ഇസ്രായേലുകളുടെ നന്ദികേട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തൊരു നന്ദികെട്ട വർഗമാണ്. അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും 4000-ഓളം റസൂലുകളെ അവർക്ക് നബിമാർ അവർക്ക് അയച്ചു കൊടുത്തിട്ടും ഇത്രയും നന്ദിയില്ലാത്ത ഒരു ജനത ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് ബനി ഇസ്രായേലുകളെ കുറിച്ച് മാത്രം ഓർത്തിട്ട് അവരോടൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി. കേട്ട് മുന്നോട്ടെത്തിയപ്പോ മനസ്സിലായി അത് ബനി ഇസ്രായേൽ അല്ല, നമ്മളാന്ന് മനസ്സിലായി. അതിനേക്കാളും നന്ദിയില്ലാത്ത മനുഷ്യന്മാരാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നന്ദിയും ഇല്ലാതെ അള്ളാഹു തആലയോട് ഒരു ബാധ്യതയും ഇല്ലാതെ മറ്റുള്ളവരെ മാത്രം കുറ്റപ്പെടുത്തി നടക്കുന്നത് ഞങ്ങളാണ്, ബനി ഇസ്രായേൽ അല്ല എന്ന് മനസ്സിലായിരിക്കും. അതിൽ നിന്ന് ആ കാര്യം ഉൾക്കൊണ്ടപ്പോ തന്നെ നമ്മൾ സത്യത്തിൽ ഒന്നും അല്ലാതായി. എവിടെയും ശരിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ഓക്കെ ആണ്, കുറച്ച് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ എന്ന് ഓർത്ത് എനിക്ക് മനസ്സിലായി കുറച്ചല്ല, കുറച്ചും ശരിയില്ല, ഞാൻ കുറേ കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ കറക്റ്റ് ചെയ്യുന്നു? ഓരോ തവണയും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ എന്റെ ഇടയിൽ തന്നെ ദുആ ചെയ്യാൻ തുടങ്ങി. ഓരോരോ കാര്യം പറയുമ്പോൾ അല്ലാഹു എന്നെ ഈ ലെവലിൽ എത്തിക്കണേ അല്ലാ, അങ്ങനെ ഓരോരോ കാര്യം ആയിഷ പറയും. അപ്പൊ ഞാനത് ദുആ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അൽഹംദുലില്ലാ ആ ദുആ സ്വീകരിച്ചത് അപ്പോഴല്ല, എനിക്ക് ആ ഒരു സന്ദർഭം വരുമ്പം അള്ളാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓരോരോ അവസരത്തിൽ എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹു എന്നെ എത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തത് കൊണ്ടാണ്. പിന്നെ ഈ ഖുർആനിൽ പറഞ്ഞത് ഒരു കാര്യമാണ്, സയക്ഫീകഹുമുള്ള, അള്ളാഹു മതിയായവനാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഷമം വന്നു കഴിഞ്ഞാല് ആദ്യം വീട്ടിലെല്ലാവരോട് പരാതി പറഞ്ഞു, അതും സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തുള്ള ഉമ്മാനോട് പറഞ്ഞു, അതും സമാധാനം കിട്ടിയില്ലെങ്കിൽ കുടുംബക്കാരോട് പറഞ്ഞു, അവിടെയും സമാധാനം കിട്ടിയില്ലെങ്കിൽ ചങ്ങാതിമാരോട് പറഞ്ഞു, എന്നിട്ട് പറയും റബ്ബിനോട്. പക്ഷെ അതല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ബക്കറയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് അള്ളാഹുവിനോടായിരുന്നു ആദ്യം പറയേണ്ടത്, അതിനുള്ള സൊല്യൂഷൻ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ മനസ്സിലായൊരു കാര്യം, അള്ളാഹു തരുന്ന സൊല്യൂഷനാണ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. കാരണം മറ്റുള്ളവർ തരുമ്പം അവരുടെ അനുഭവം വെച്ചിട്ടോ അവരുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് മാത്രമാണ് അവരതിനൊരു സൊല്യൂഷൻ തരാന്നുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ സൊല്യൂഷൻ എപ്പോഴും അത് എപ്പോഴത്തേക്കുമുള്ള ഒരു സൊല്യൂഷനാണ്, ടെമ്പററി അല്ല, അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ലൈഫിൽ ഓരോരോ പരീക്ഷണവും വരുമ്പം ഞാൻ വിചാരിക്കും ആദ്യമൊക്കെ എന്തിനാണ് എന്നെ ഈ പരീക്ഷണത്തിന് ചൂസ് ചെയ്തതെന്ന്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ എന്ത് പരീക്ഷണം വരുമ്പോൾ മറിച്ച് ചിന്തകൾ വന്നു തുടങ്ങി. കറക്റ്റ് ആയിന്ന് പറയുന്നില്ല, വന്നു തുടങ്ങി. അൽഹംദുലില്ലാ എന്നെ ചൂസ് ചെയ്തതിന് അൽഹംദുലില്ലാ. അള്ളാഹ് എവിടെ ഞാൻ ശരിയാവണം, എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്, ഇതെനിക്ക് നീ പറഞ്ഞു താ അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, നീ പറ അതിന്റെ അടിമയോട് ഞാൻ ഏറ്റവും അടുത്തവനാണെന്നുള്ളത്. ആ അടുത്ത അള്ളാഹുവിനെ നമ്മൾ കാണാതെ പോയി.
നമ്മള് എല്ലാം മറ്റുള്ളവരെല്ലാം കണ്ടതിന് ശേഷം ഏറ്റവും ബാക്കിലാണ് നമ്മൾ അള്ളാഹുവിനെ വെച്ചത്. അള്ളാഹു പറഞ്ഞിട്ട് പോലും നമുക്കത് മനസ്സിലാവാതെ പോയി. പിന്നെ അള്ളാഹുവിനെയാണ് നമ്മൾ എല്ലാ കാര്യവും ഫസ്റ്റ് അള്ളാഹുവിനോട് പറയാനുള്ള ഒരു അവസ്ഥയിൽ എത്തി. അൽഹംദുലില്ലാ, അതാണ് വലിയൊരു മാറ്റം എനിക്ക് തോന്നിയത്. ആദ്യം അള്ളാഹുവിനോട് പറയാം. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് നമ്മൾ തേടാൻ പറ്റുന്നുണ്ടല്ലേ, അത് ക്ഷമിക്കുക, നമസ്കരിക്കുക. അൽഹംദുലില്ലാ, അതും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം നമ്മുടെ ലൈഫിൽ വരുന്ന ഏറ്റവും ചെറിയ കാര്യമായിരിക്കാം. പണ്ട് അതൊന്നും ഒരു വിഷയമല്ലാത്ത കാര്യങ്ങൾ ഇന്ന് അത് അള്ളാഹുവിന്റെ കുദ്റത്താന്ന് മനസ്സിലായി. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന റഹ്മ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായി. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓരോരോ കാര്യത്തിന്റെ ദിശ കുറച്ചാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും അല്ലെ, അതൊക്കെ നമുക്ക് മനസ്സിലായി. കാരണം കൊറോണന്റെ സമയത്ത് ഒരു ഓക്സിജന് വേണ്ടിയിട്ട് എല്ലാവരും പരക്കം പാഞ്ഞിട്ടുണ്ട്. ഈ ഓക്സിജൻ എത്രയോ വർഷങ്ങളായിട്ടും കാലങ്ങളായിട്ടും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് നമുക്ക് കൊറോണന്റെ സമയത്താണ് അതിന്റെ അതിന്റെ വാല്യൂ മനസ്സിലായത്. പക്ഷെ എന്നാലും അത് ഇത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ചെറിയൊരു കാര്യം വരുമ്പം പോലും നമുക്കത് മനസ്സിലായി തുടങ്ങി. ഇതിലൊക്കെ അള്ളാഹു എത്രത്തോളം കാരുണ്യവാനാണ്, ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്, എന്തൊക്കെ അള്ളാഹു അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റിന്റെ എണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ലാസ്റ്റ് ആമന റസൂല് വന്നപ്പം ഈ ആമന റസൂലുടെ കാര്യം വന്നപ്പം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ആമൻ റസൂൽ അതിന്റെ മുമ്പത്തെ ആയത്തിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചത് പോലും ചോദ്യം ചെയ്യുന്ന. ഞാൻ അത്രയും കാലം വിചാരിച്ചത് നമ്മൾ വിചാരിച്ചിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ലാലോ. അപ്പൊ അത് ചോദ്യം ചെയ്യൂല എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചെയ്തത് മാത്രമേ അള്ളാഹു അത്രയും കാരുണ്യവാനാണെന്ന്. പക്ഷെ അള്ളാഹു പുറത്തു തരും. എന്നിരുന്നാലും അതുപോലും ചോദ്യം ചെയ്യുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മുടെ ചിന്തകൾ പോലും നമ്മൾ മറ്റുള്ളവരെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച നമ്മുടെ മോശമായ ഒരു ചിന്ത പോലും നമ്മൾ ഇനി ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ പറ്റിയിട്ട് ഒരു മോശമായിട്ട് ചിന്തിക്കാനോ മറ്റുള്ളവരെ ഒരു ഉപദ്രവിക്കണം എന്ന് നമ്മൾ നിയത്താക്കാനോ ഒരു മോശം കാര്യം നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കൊണ്ടുവരാനോ ആ ചിന്തകൾ പോലും നമ്മൾ ക്ലാരിഫൈ ചെയ്താലും മാത്രമേ നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മക്കളോടാണെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഇതിനു മുമ്പേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്, പിന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തിരുന്നത്, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ. അവിടെയൊക്കെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. ജഡ്ജ്മെന്റ് അല്ല ജീവിതത്തിൽ വേണ്ടത്. ഞാൻ എന്റെ ഭാഗം ശരിയാക്കിയാൽ, ഞാൻ ക്ലിയർ ആയി കഴിഞ്ഞാല് മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലി അവർ ക്ലിയർ ആയിനോ ഇല്ലയോ അത് എന്റെ വിഷയമല്ല, അത് അവരും റബ്ബുമായിട്ടുള്ളതാണ്. എന്റെ ഭാഗം ശരിയാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോരോ കാര്യം വരുമ്പോൾ ആദ്യമൊക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് അവര് കേട്ടിരുന്നെങ്കിൽ, ഇവര് കേട്ടിരുന്നെങ്കിൽ, ഇത് അവർക്ക് അയച്ചു കൊടുക്കാം, ഇത് ഇവർക്ക് അയച്ചു കൊടുക്കാം, അത് റെക്കോർഡ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് ഗ്രൂപ്പിലിട്ടാലോ, ഫാമിലി ഗ്രൂപ്പിലിട്ടാലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇന്ന് ഓരോരോ കാര്യം അയക്കുമ്പോൾ, ഓരോ കാര്യം കേൾക്കുമ്പോൾ, മക്കളോട് പോലും ഉപദേശിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവിടെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഐഷ ഒരു തവണ പറഞ്ഞിരുന്നു, മക്കളെ കാര്യം പറഞ്ഞപ്പോൾ ഐഷ ചോദിച്ചു, ആ പ്രായത്തിൽ നസീറ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നസീറയുടെ ചിന്ത എന്തായിരുന്നു, നസീറയുടെ പ്രവൃത്തി എന്തായിരുന്നു എന്നോട് ചോദിച്ചപ്പം അന്ന് മുതൽ ഞാൻ മക്കളെ വഴക്ക് പറയുന്നതോ അവരെ തിരുത്തി കൊടുക്കും. പക്ഷെ അവരെ ഞാൻ വല്ലാതെ ഹറാസ് ചെയ്യുന്നതായിക്കോട്ടെ, ചീത്ത പറയുന്നത് ഞാൻ എവിടെ നിർത്തി. കാരണം ആ പ്രായത്തിൽ എന്തായിരുന്നു എന്റെ ചിന്ത. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മക്കൾ അൽഹംദുലില്ലാ അവരെത്രയോ മാറ്റിയിട്ടുണ്ട്. ഞങ്ങള് ഈ 40-ാമത്തെ വയസ്സിൽ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ മക്കൾ 18-ാമത്തെ വയസ്സിലും 17-ാമത്തെ വയസ്സിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ, നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ നീയത്തുണ്ടല്ലോ, നമ്മൾ എന്തിനാണ് അത് ചെയ്തു കൊടുക്കുന്നത്, അള്ളാഹുവിനെ ഇബാദത്താക്കിയിട്ടാണോ ചെയ്തു കൊടുക്കുന്നത്, എന്നാൽ മാത്രം അത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇബാദത്താവുന്നില്ലെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ, നിങ്ങളെ വീട്ടിലുള്ള ഒരു പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായമായിക്കോട്ടെ, നിങ്ങൾ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹു ആയിട്ടുള്ള ഇബാദത്തിന് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അത് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം അള്ളാഹു നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, സഹിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ സഹനത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ അത് സഹിച്ച് നമുക്ക് അള്ളാഹുവിനോട് അടുപ്പം ഇല്ലാതാവുകയാണ്.
നമ്മള് വേറെന്തൊക്കെയോ ജീവിതത്തിൽ ത്യാഗം ചെയ്തിട്ട് ഐഷ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ അള്ളാഹുവിനെ ബ്ലെയിം ചെയ്യാണ്. നീ പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്തത്. നമ്മളെ സത്യത്തില് നമ്മൾ ചെയ്യുന്നത് നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നുള്ളത് ഐഷ പറഞ്ഞപ്പോ അത് റിയലൈസ് ആയി. അപ്പൊ ഓരോരോ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ വരുമ്പോഴും അത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ പ്രശ്നം നമ്മളെ നിസ്കാരത്തെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുക. ആ ഒരു മാറ്റം അൽഹംദുലില്ലാ ഈ ബക്രയുടെ ജേർണിയിലൂടെ എനിക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ കുറെ കുഞ്ഞു കാര്യങ്ങൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പരമാവധി ആ ജീവിതത്തിൽ എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ട്രൈ ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ഇതൊന്നും നമ്മളെ പറ്റില്ല, ഇതൊക്കെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊക്കെ ബുഫേ സിസ്റ്റമാണ്. നമുക്ക് ഓക്കെ ഇത് നമുക്ക് കഴിയും, ഇത് ഞങ്ങൾ എടുക്കുന്നു, അത് നമുക്ക് പറ്റില്ല, അത് എടുക്കുന്നില്ല. അപ്പൊ അത് ആരെ ക്യാരക്ടറാണ്? അത് ബനി ഇസ്രായേലിന്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ അള്ളാഹു ബനി ഇസ്രായേലിനെ പറ്റിയിട്ട് ബക്രയിൽ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ്. ഇത് ബനി ഇസ്രായേലിനെ പറ്റിയിട്ടല്ല, ഈ സ്വഭാവം അവർക്കുണ്ട്, അത് നിങ്ങളിലുണ്ടോ എന്ന് സ്വയം വിചാരണ ചെയ്യൂ എന്ന് അള്ളാഹു താല പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അൽഹംദുലില്ലാ പറഞ്ഞു തുടങ്ങിയാൽ ഇനിയും കുറേ പറയാനുണ്ട്. മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ നിർത്താണ്. ഇൻഷാ അള്ളാ ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും പറയും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒരു വോയിസ് ആക്കിയിട്ടാണ് വിടാം ഇൻഷാ അള്ളാ. ജസാക്കില്ലാഹു ഖൈറൻ കസീറ. അൽഹംദുലില്ലാ ഒരുപാട് എല്ലാ സൈഡും ടച്ച് ചെയ്തിട്ട് തന്നെ പറഞ്ഞു. ജസാക്കില്ലാഹു ഖൈറൻ. ഇൻഷാ അള്ളാ റാണി റസിയ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളേട്ടാ. റാണി ഉണ്ടോ ഇവിടെ? റാണി റസിയ ഇല്ല. ഓക്കെ, അപ്പം ഹസി സംസാരിച്ചു. ഇൻഷാ അള്ളാ ഹസീന. ഹസീല്ലേ? ഹസീന ടീം സംസാരിച്ചു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീറ പറഞ്ഞ പോലെ ഞാനും പറഞ്ഞാൽ തുടങ്ങിയാൽ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ ആദ്യം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്യാണ്ട് നിന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് ഇതെങ്ങനെ പറയാണ്ടിരിക്കാല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പറയാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ ഫസ്റ്റ് ഒരു ഉപമ പറയാം. അത് പണ്ട് ഞാൻ കേട്ട ഒരു ഉപമയാണ്. അതിന്റെ ശരിക്കുള്ള ഒരു ഇത് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അതായത് സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാല് വലിയൊരു കടലാണ്. ആ കടല് കടന്ന് കിട്ടാന്ന് പറയുന്നത് അത്രയും ഒരു ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ട് ശരിക്കും അങ്ങനെ തന്നെ മനസ്സിലും. സൂറത്തുൽ ബഖറ എല്ലാം പഠിക്കുക എന്ന് പറയുമ്പോൾ യാ റബ്ബേ, ചെറിയ സൂറത്ത് ഇഖ്ലാസ് ഫലത്തിന് ഓതിയിട്ട് നിസ്കരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഏറ്റവും ചെറിയ സൂറത്ത് തെരഞ്ഞെടുത്തിട്ട് അത് മാത്രം ഓതിയിട്ട് ശീലല്ലേ. അപ്പോ ഈ ബഖറനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് കുറേ വർഷം മുമ്പേ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഞാനിത് എടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫസ്റ്റ് കടലാണ്. അപ്പൊ ആ കടലിനെ നോക്കിക്കാണുന്നത് ആളുകൾ കടല് കാണുന്നത് പല രൂപത്തിലുണ്ടല്ലോ അല്ലെ. ചിലര് അതിലൂടെ ഇങ്ങനെ പോകുമ്പോ, അതായത് കടൽ തീരത്തൂടെ യാത്ര പോകുമ്പോ ചിലപ്പോൾ കടല് കാണും. അപ്പോൾ കടല് കാണുമ്പോൾ എന്താക്കും, ഒന്നിങ്ങനെ നോക്കൂ അല്ലെ. ആ ഒരു കാഴ്ച ഉണ്ട് കടലിന്. പിന്നെ ചിലരെന്താക്കുന്ന വെച്ചാല് വൈകുന്നേരങ്ങളിൽ കടൽ തീരത്ത് പോകും അല്ലെ. തീരത്ത് പോയിട്ട് അതിന്റെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് കടലിനെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നവരുണ്ടാവും. അങ്ങനെ രണ്ടാമത്തെ വിഭാഗം ആൾക്കാര്. പിന്നെ ചിലരെന്താണെന്ന് വെച്ചാൽ കടൽ തീരത്ത് ഇറങ്ങിയിട്ട് അതിന്റെ തിരമാലകൾ ഇങ്ങനെ വരുമ്പോ കാല് അതിലിങ്ങനെ ആ വെള്ളം അതിലേക്ക് തട്ടി അന്ന് നനച്ച് ആ തിര അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ അല്ലെ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്ന ആളുകളുണ്ടാവും. ആ രീതിയിൽ കടലിനെ സമീപിക്കുന്ന ആളുകളുണ്ട്. പിന്നെ കടല് എന്ന് പറയുമ്പോൾ അതിൽ ഇറങ്ങി കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അല്ലെ. കടലിൽ ഇറങ്ങി കളിച്ച് കുളിച്ച് അതിനെ ഇതാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലര് ഈ ബോട്ടിലും കപ്പലിലൊക്കെ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അവരും അവരൊക്കെ കാണുന്നത് കടൽ തന്നെയാണ്. പിന്നെ ചിലരെന്താന്ന് വെച്ചാല് കടല് ആഴങ്ങളില് അതിന്റെ ഉള്ളില് മുങ്ങിക്കപ്പലുകളിലൊക്കെ പോയിട്ട് അതിന്റെ അടിത്തട്ടിലൊക്കെ പോയിട്ട് അതിന്റെ മുത്തും പവിഴങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ രൂപത്തിലാണ് കടല്. അതേപോലെയാണ് നമ്മൾ ഈ സൂറത്തുൽ ബഖറയോടുള്ള നമ്മളെ സമീപനം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാന് അത് കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ അതിലെ പോകുമ്പോൾ നോക്കി പോകുന്ന ഒരാളാണ്
ഞാൻ ഏറ്റവും ആദ്യം സൂറത്തുൽ ബഖറ പഠിക്കുന്നത് ഞാൻ എൻ്റെ 16 വയസ്സിൽ അറബി കോളേജിൽ ചേരുമ്പോൾ ഫസ്റ്റ് നമുക്ക് പിന്നെ പഠിക്കാനുള്ള നമ്മൾ സിലബസിൽ ഉണ്ടാവുമല്ലോ കുറേ സൂറത്ത് പഠിക്കാൻ. ആ കൂട്ടത്തിൽ സെക്കൻഡ് ഇയർ എനിക്ക് സൂറത്തുൽ ബഖറ എന്നുള്ളത് പ്രിലിമിനറി സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടായിന്. അന്നേരം ശരിക്കും ഈ പറഞ്ഞ അതിലേ പോകുമ്പോൾ കടലിൽ കാണുന്നില്ലേ, ആ ഒരു സമീപനമായിരുന്നു. കാരണം നമുക്ക് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയത്തുകൾ പിന്നോട്ട് ചെയ്തിട്ട് പഠിക്കാന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അന്നേരം മനസ്സിൽ ഞാൻ സൂറത്തുൽ ബഖറ അർത്ഥസഹിതം പഠിച്ചു എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിന് കേട്ടാ. ശരിക്കും ഞാൻ ബഖറയെല്ലാം പഠിച്ച ഒരാളാ പിന്നെ എന്നൊരു ഇത് ശരിക്കും ഉണ്ടായിരുന്നു മനസ്സിൽ. ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു 25 ആയത്ത് കാണാതെ പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. അത് ഓതലും ഉണ്ട് നിസ്കാരത്തിൽ. ശരിക്കും ആവേശത്തിൽ പഠിച്ചതാ. അങ്ങനെ ഒരു ആത്മാർത്ഥതയോ ഇഖ്ലാസോ അങ്ങനെയൊന്നും അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അപ്പൊ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും, പക്ഷെ പിന്നെ എത്തൂല മനപ്പാടാക്കണം, ഹിഫ്ള് ചെയ്യണം. പിന്നെ ശരിക്കും ഞാൻ പറയാ ഞാൻ പഠിച്ചെന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറേ ക്ലാസ്സും കാര്യങ്ങളും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലായി ശരിക്കുള്ള പഠനമൊന്നും നടന്നിട്ടില്ല, ഒന്നും കൂടി പഠിക്കാം. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു പിന്നെ ഖുർആൻ സ്റ്റഡി സെന്ററിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറും ആണ് ആ സമയത്ത്. പക്ഷെ ഞാൻ പഠിക്കാനൊക്കെ ഈ സൂറത്തുൽ ബഖറ ഹിഫ്ള് ചെയ്യണം, ഈ ദഹ്റാവീനും മറ്റേ ഇതൊക്കെ കേട്ട് ഓരോ ക്ലാസ്സും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താക്കി പോയി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 100 ആയത്ത് അള്ളാന്റെ തൊഫീക്കോട് കൂടി 100 ആയത്ത് ഞാൻ കാണാതെ പഠിച്ച്. അപ്പോഴും ഭയങ്കര അഹങ്കാരം, ഞാൻ 100 ആയത്ത് സൂറത്തുൽ ബഖറ പഠിച്ച് ഞാൻ ബഖറേന്റെ ആളായി എന്ന് ഞാൻ വിചാരിച്ച്. എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ വിചാരിക്കും ഞാനും നല്ല ഈ പറഞ്ഞ കടലിൽ ആഴത്തിൽ ഇറങ്ങി പോയ ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷേ പിന്നെ അതിന് ശേഷം ഞാൻ ESLG അൽ ബഖറ ഗ്രൂപ്പിൽ സൂറത്തുൽ ബഖറ ഹിഫ്ള് ചെയ്യാൻ ജോയിൻ ചെയ്ത്. അപ്പൊ എനിക്ക് ആദ്യമേ അറിയുന്നോണ്ട് ആദ്യത്തെ ഭാഗമെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നി. കാരണം ഒരു 100 ആയത്ത് ഞാൻ ആദ്യം പഠിച്ചിരുന്നല്ലോ. അപ്പം പിന്നെ അതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ അതിൽ അർത്ഥസഹിതം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല തഫ്സീർ ക്ലാസ്സും തരുന്നുണ്ട്, തജ്വീദും എല്ലാം തന്നിട്ടായിരുന്നു നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പും. അങ്ങനെ സൂറത്തുൽ ബഖറ അതിന്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയത് ഏകദേശം 2018 അവസാനം 2019 ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് 3.5 വർഷം 3.25 വർഷം ഏകദേശം 4 വർഷം തന്നെ പറയാം കൊണ്ട് സൂറത്തുൽ ബഖറ ഫുൾ കംപ്ലീറ്റ് ഹിഫ്ള് ചെയ്ത് ടീച്ചർക്ക് ലൈവായിട്ട് ഓതി കൊടുത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഭയങ്കര വിചാരിച്ച് ഞാൻ സൂറത്തുൽ ബഖറ തലയ്ക്ക് കുടിച്ച ആളാണെന്ന് വിചാരിച്ച്. ലാ ഹൗല വലാ ഖുവത. നമ്മളെ മനസ്സിന്റെ ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഞാൻ ഒട്ടും പഴയും എല്ലാം ആഴത്തിൽ പോയി എടുത്ത് കൊണ്ടുവന്നാ വിചാരിച്ചു. ശരിക്കും പറയാലോ ഈ നൂറ് സദരി തഫ്സീർ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അന്നേരം ഓരോ ഇപ്പൊ നസീറ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായ ഓരോ നമ്മളെ അഹങ്കാരത്തിന്റെ കൊമ്പുണ്ടാവില്ലേ, ഒരു ഇത് അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. ഒന്നുമില്ല നീ ഒന്നും ഈ നൂറുസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ അബ്ദുസലാം മോങ്ങ മൗലവിന്റെ ഇലൽ ഹുദത്തിന എന്ന് പറഞ്ഞിട്ട് പിന്നെ ദിവസവും ഒരായത്ത് വെച്ചിട്ട് ഫാത്തിഹയും തുടങ്ങിയിട്ട് ബക്കറ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഖുറാന്റെ തീരങ്ങളിലൂടെ അങ്ങനൊക്കെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. മാഷാ അല്ലാഹ്. ഇതുമായിട്ട് ഇങ്ങനെ അപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും പിന്നെ പഠിക്കണം. ഹിഫ്ള് കംപ്ലീറ്റ് ആക്കി അർത്ഥസഹിതം ശരിക്കും പിന്നെ മനപ്പാടാക്കി. ശരിക്കും ആയത്തുകളുടെ അർത്ഥസഹിതം തന്നെ മനപ്പാടാക്കിയിരുന്നു. പക്ഷെ ശരിക്കുള്ള ഈ ഒരു തഫ്സീർ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കായിരുന്നു. ഓരോ കാര്യങ്ങളും. ശരിക്കും ആയിഷ ഫസ്റ്റ് നമ്മളെ ഇവിടെ ഈ ഇതില് മിഷ്കാത്ത് ഗ്രൂപ്പിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന തുടങ്ങുന്ന സമയത്ത് ആയിഷ മുന്തസ്തിയൊക്കെ വളപട്ടണത്ത് മന്നക്ക് പള്ളിയിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിച്ചത്. അപ്പോൾ അന്ന് അവിടെ ആയിഷ ക്ലാസ് എടുത്തപ്പോൾ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്നുള്ള സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആ ആയത്തിന് വിശദീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഞാൻ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യവും എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്ത്. അന്നേരം ഞാൻ ഇതിൽ വിചാരിക്കും ആയിഷക്ക് എന്തുകൊണ്ട് തഫ്സീർ ക്ലാസ് എടുത്തുകൂടാ, ആയിഷക്ക് എന്തുകൊണ്ട് തഫ്സീർ ക്ലാസ് എടുത്തുകൂടാ, ഞാൻ ഇങ്ങനെ ചിന്തിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആയിഷനോട്. അപ്പോൾ ആയിഷ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് എന്ന് പറഞ്ഞു. പിന്നെ ഒരു റമദാനില് ആയിഷ നമുക്ക് രാത്രി ക്ലാസ് എടുക്കുന്ന സമയത്ത് ബനൂ ഇസ്രായേൽ എന്നുള്ള ചില പാഠങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുത്തപ്പോൾ അപ്പോൾ ആ വിശദീകരണം കേട്ടപ്പോൾ അപ്പോഴും എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കളിക്ക് കുറിച്ച ആളാണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് അറിവുകൾ ആ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൽ ഒരുപാട് ഇനിയും നമുക്ക് അറിയാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. അപ്പോൾ
പിന്നെ ഞാൻ ആയിഷാനോട് സൂചിപ്പിച്ചു തഫ്സീർ എടുത്തൂടെ അല്ലെ ആയിഷ, അങ്ങനെ നിനക്കൊരു ഓർമ്മ. പിന്നെ അപ്പോ എന്തോ ആയിഷ പഠിക്കുന്ന ടീച്ചറോട് ചോദിക്കുകയും അങ്ങനെ അതേക്കുറിച്ച് സംസാരമൊക്കെ ഉണ്ടായി. അങ്ങനെ അൽഹംദുലില്ലാ എന്താ പറയാ ആയിഷ നമുക്ക് തഫ്സീർ ക്ലാസ് എടുത്ത് തുടങ്ങി. തുടക്കത്തിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ അല്ലെ, ഇത്രയും വ്യാപകമായ രീതിയിൽ ഇത്രയും വളർന്ന് പന്തലിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആദ്യം നമുക്ക് എക്സാം വെച്ചിട്ടില്ല. പക്ഷെ ഞാന് ഇങ്ങനെ ഈ ഫസ്റ്റത്തെ ആ ഭാഗങ്ങള് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആ ഹുദൽ മുത്തഖീനും അതിലുള്ള ആയത്തിന്റെ എല്ലാം വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലോണം കേട്ട് എഴുതി എടുത്ത് പഠിച്ച് എന്നിട്ട് നമ്മളെടുത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചോദ്യം, ഞാനും കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ആരെക്കൊണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങനെ ചോദ്യം ഇടാനെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ ചെറിയൊരു മങ്ങിയ ഓർമ്മ പോലെ ഇങ്ങനെ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ ആയിഷ വമ്പൻ ക്വസ്റ്റ്യൻ ഇട്ടു. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളെ ചിന്താഗതിയും നമ്മളെ നിലപാടും എല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു എക്സാം. ശരിക്കും നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അതിനെ തന്നെ ഫുൾ മാറ്റിമറിച്ചു. കാരണം ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും പല രീതിയിൽ പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു, പിന്നെ മാറ്റണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആയിഷ ഒരു ക്ലാസ്സിൽ ഒരു വോയിസ് റെക്കോർഡാണോ അതല്ല ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുകയോ ചെയ്താൽ നമുക്ക് ഓർമ്മയില്ല. അത് കേൾക്കുമ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം എന്നല്ല ആയിഷ പറഞ്ഞത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്തിന്. പിന്നെ നമ്മള് എന്നുവെച്ചാൽ ആ ഒരു ഒറ്റ തീരുമാനം, ഇത്രയും കാലം നമ്മൾ യാത്ര ചെയ്ത പോലെ ചെയ്താൽ പോരാ, മാറ്റം വരണം, മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ഒഴുക്കിനനുസരിച്ച് ഇരിക്കുകയെ ചെയ്തത് ഇത്രയും കാലം. അത് പോരാ, നമ്മൾ ഒഴുക്കിനെതിരെ തുഴയേണ്ടവരാണ്, ചിന്തിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കേണ്ടവരാണ് എന്നുള്ള പാഠം ശരിക്കും ഓരോ പരീക്ഷയിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും സുബ്ഹാനല്ലാഹ്. അതുപോലെ എത്ര നല്ലോണം ക്ലാസ് കേട്ടി ഇതാക്കിയാലും ചിലപ്പോ പോകുന്നൊരു ഭയങ്കര വിഷമാണ് ഈ പറഞ്ഞ പോലെ. പക്ഷെ അവിടെ എല്ലാ ആഴ്ച പിറ്റേന്ന് അതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം നമുക്ക് ഓരോ കാര്യങ്ങൾ. അന്നേരം സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെയായിരുന്നു അല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അങ്ങനെയാണല്ലേ സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ ആയത്തുകളും പഠിക്കുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ ശരിക്കും അന്ന് സൂറത്തുൽ ബഖറ പഠിച്ച ഖുർആൻ ഹിഫ്ള് ചെയ്ത ആ സമയത്തുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയേ അല്ല ഇപ്പോ പഠിക്കുമ്പോഴും ഇപ്പം ആ ഒരു എന്താ പറയാ വലിയൊരു അഹങ്കാരം തന്നെ ഈ പൂർണ്ണമായും പോയെന്ന് അള്ളാഹു അറിയില്ല. എന്നാലും പറയാ ഒരു പരിധി വരെ പിന്നെ അതിനെ ഇല്ലാതാക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അല്ലെ. അഖീദ ശരിയില്ല, അങ്ങനെയില്ല, ഇവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഭാഗത്തുനിന്നും പ്രഷർ വന്നപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഈ സൂറത്തുൽ ബഖറ പൂർത്തിയാക്കി ആ ലാസ്റ്റ് ആമന റസൂൽ കൂടി എടുത്ത് പൂർത്തിയാക്കിയ സമയത്ത് ശരിക്കും നമ്മളോട് ആയിഷ പറഞ്ഞത് എന്താണ്, എല്ലാവരോടും കൂടി പറഞ്ഞെന്താ, റബ്ബിലേക്ക് മാത്രം അല്ലെ നീ നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് മാത്രം പറ. ആ തൗഹീദിലേക്കാണ് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോയത്. നമ്മൾ ഒരു ചെറിയ തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ശിർക്കിന് അസ്ഗർ നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിലുമുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ ഇലാഹുകളാക്കി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു ശിർക്കും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളിൽ അറിയാതെ ഗോപ്യമായ ഒരുപാട് ശിർക്കുകൾ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുപോലും നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത് ഈ ക്ലാസ്സുകളിലെ ഓരോ വിശദീകരണങ്ങളുമാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഞാൻ ചിന്തിച്ചത് എന്തിന്റെ പേരിലാണ് അവര് കുറ്റപ്പെടുത്തിയത്. ശരിക്കും എല്ലാരും ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും അറിയാം അല്ലെ, റബ്ബിലേക്കല്ലാണ്ട് വേറെ ആ ഒരു വിശ്വാസത്തിൽ നിന്നൊരു വ്യതിചലിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളോട് ആയിഷ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ലേ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ തഫ്സീർ ക്ലാസ് എടുക്കുമ്പോൾ ഇത് സംസാരിക്കുന്നത് ആയിഷ അല്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ, ഇതൊന്നും ആയിഷ പറയുന്നതല്ല. ഇത് ശരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. പക്ഷെ അള്ളാന്റെ കലാമാണല്ലോ പറയുന്നത്. അത് എന്താ പറയാ, അത് ഹൃദയത്തിൽ തട്ടി അതിൽ നിന്ന് പ്രതിഫലിക്കുന്ന അതിന് എന്ത് വാക്കാന്ന് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരുപാട് സാഹിത്യമൊന്നും എനിക്ക് അറിയില്ല. ശരിക്കും ഇത് ഓരോ ക്ലാസ്സും കേൾക്കുമ്പോൾ ഇത് ആരോ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ, അതായത് ഒരു വഹി കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്.
എത്ര കേട്ടാലും അത് മതിയാകുന്നില്ല. എത്ര കേട്ടാലും നമുക്ക് അത് മതി എന്ന് തോന്നുന്നില്ല ശരിക്കും. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ, നമുക്ക് വേറെ ഇപ്പൊ ഒരു സാധാ ക്ലാസ്സെല്ലാം കേൾക്കുമ്പോഴേ നമുക്കത് അതൊന്നും നമുക്ക് കേൾക്കാൻ തോന്നാത്ത പോലെ. സുബ്ഹാനല്ലാഹ്. ഇതിലെന്തോ ഒരു അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു 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 പ്രത്യേകമായ ഒരു അനുഗ്രഹം ഈ ഓരോ ക്ലാസ്സുകളിലും നമ്മളെ ജീവിതത്തിലേക്ക് തട്ടിച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ പറഞ്ഞു ഓരോ ക്ലാസ് വെക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയും ഇത് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ, ഇത് എനിക്ക് വേണ്ടി, അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് തലമുണ്ടാക്കി പ്രയാസം അനുഭവിക്കുന്ന കാര്യങ്ങൾക്കുണ്ടാവും ഒരു സൊല്യൂഷൻ റബ്ബിലൂടെ, ഈ കലാമിലൂടെ, ഇങ്ങനെ നമുക്ക് ക്ലാസ്സിലൂടെ കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തുൽ ബഖറയുമായിട്ടുള്ള ഈ യാത്രയിലൂടെ മനസ്സിലായി. അപ്പൊ അവസാനം ഞാൻ പറയാ, ഫസ്റ്റ് പറഞ്ഞ ഉപമ ഉണ്ടല്ലോ, കടലിനെ നോക്കിക്കണ്ട് ആഴത്തിലേക്ക് പോയ, അല്ലെങ്കിൽ ബോട്ടിൽ യാത്ര ചെയ്ത, ഇതില് ഏത് വിഭാഗത്തിലാ ഇപ്പൊ നമ്മളെന്ന് ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഞാൻ നല്ല ആഴത്തിൽ പഠിച്ച ഒരാളാണെന്ന്. പക്ഷെ ഈ അവസാനം എത്തിയപ്പോ മനസ്സിലായത് ഇനിയും ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാനുണ്ട്. നമ്മൾ വെറുതെ നോക്കി കാണുന്ന, അല്ലെങ്കിൽ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു പ്രതീതി മാത്രമേ ആയിട്ടുള്ളൂ. കടല് കിടക്കാന് ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് വാരി കൊണ്ടുവരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ ഒരു യാത്ര, ഈ പരിശുദ്ധ ഖുർആനുമായുള്ള ഈ ഒരു യാത്ര ഏറ്റവും ഹൈറായ രീതിയിൽ, ഇതുവരെ പോയതിനേക്കാളും ഭംഗിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ മാറ്റണം എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യ സഹജമായ ഒരുപാട് പ്രയാസങ്ങൾ, അല്ലെ, ഷഹവാത്തുകൾ, അല്ലാഹുവേ നമുക്കെല്ലാവർക്കും നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ എന്താ പറയുക, സമഅന വഅതഅന എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് എല്ലാവരിലും അള്ളാഹു ഇത് സ്വീകരിക്കുകയും ചെയ്യട്ടെ. മുമ്പൊക്കെ വേഗം മരിച്ചാൽ മതി എന്നൊരു കൊതിയേനു, പണ്ട് വേഗം മരിക്കണോ, ഇവിടെ ഈ ദുനിയാവിൽ ജീവിക്കണ്ട എന്നൊരു ചിന്താഗതിയാണ്. അത് ഉമ്മാന്റെ മരണത്തിന് ശേഷം ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ സൂറത്തുൽ ബഖറ, ഈ തഫ്സീർ പഠനം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോ വിചാരിക്കും, റബ്ബേ ഒരുപാട് നീ ആയുസ് തരണേ അല്ലാഹ്, ഒരുപാട് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഈ ഖുർആനിലെ വചനങ്ങൾ ഓരോന്നും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ രീതിയിൽ നമ്മളെ സമയത്തെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനുവേണ്ടി നീ ആരോഗ്യവും ആയുസ്സും ആഫിയത്തും ഇപ്പൊ പ്രാർത്ഥിക്കുന്നു റഹ്മാനായ റബ്ബ്. നമുക്ക് എല്ലാവർക്കും മരണം വരെ ഈ ഖുർആനുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നസീറ പറഞ്ഞ പോലെ ഞാനും നിർത്തുന്നു. പറയാന്ന് വെച്ചാൽ ഈ രാവും പകലും പറഞ്ഞാലും അള്ളാഹിനെ കൊണ്ടും ഇല്ല, അള്ളാഹിന്റെ കലാമിനെ കൊണ്ടും പറഞ്ഞ തീരൂല എന്നുള്ളത് 100% ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഹസി പറഞ്ഞ ഓരോ കാര്യങ്ങളെയും അവിടെ നിർത്തിവെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് ഓരോന്നും അരമണിക്കൂർ ഒരു മണിക്കൂറും സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ കയറി ഇടപെടാതിരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് പക്ഷെ 1-2 കാര്യങ്ങൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം എന്ന് തോന്നി. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഹസി പറഞ്ഞ പോലെ എനിക്ക് തന്നെ ചില സമയത്ത് തോന്നാറുണ്ട്, സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഞാനല്ല സംസാരിക്കുന്നതെന്ന്. ശരിക്കും അതിന്റെ ഒരു ആധാരവും ഇതുപോലെ നമ്മളടുത്ത് പലരും വന്ന് പറയാറുണ്ടല്ലോ, അവിടെ അത് നോക്കണ്ട, അത് ശരിയില്ല, ഇവര് ശരിയില്ല, അവരെ ഫോളോ ചെയ്യണം. അതും ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും നമ്മള് ഒരു ശരി കേൾക്കും. ആ ശരി എന്ന് പറയുന്നത് അള്ളാഹിന്റെ ശരിയായിരിക്കും. അല്ലെ, നിങ്ങൾ ഒരാളടുത്ത് നന്നായി പെരുമാറണം എന്ന് നമ്മളൊരു അമുസ്ലിം ആണെങ്കിൽ പോലും ആ ഒരു ശരി നമ്മൾ കേട്ടിട്ട് അത് നമ്മൾ മനസ്സുകൊണ്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ആരെങ്കിലും ആയിരിക്കും പറഞ്ഞു, ഒരു വെടുക്ക് മനുഷ്യനായിരിക്കും പറഞ്ഞു, അത് നമ്മൾ മനസ്സുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ അതനുസരിച്ച് കഴിഞ്ഞാൽ അള്ളാഹ് അടുത്ത ശരി നമുക്ക് വേറൊരാളോട് എത്തിക്കും. അങ്ങനെ നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുമ്പം അള്ളാഹു നമ്മളെ മെല്ലെ മെല്ലെ ശരികളിലേക്ക്, തൗഹീദുകളിലേക്ക്, അത് ഇന്ന ആള് പറയണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മളത് ഹൃദയത്തിൽ എടുത്തിട്ട് നമ്മൾ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നു, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കൂടുതൽ ശരിയായതിലേക്ക് നമ്മളൊക്കെ തന്നെ, അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് തെറിച്ച്
തെറിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. നാളെ ഇവിടുന്നും പോയിക്കൊള്ളണം, ഇവിടെ തന്നെ നിന്നോളണം എന്നൊന്നുമില്ല. നാളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഫിറ്റ് ആവുന്ന കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള, നമ്മളെ പാകപ്പെടുത്തേണ്ട കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അള്ളാഹു അതിലേക്ക് എത്തിക്കും. അപ്പം ഇത് ശരിക്കും നമ്മളും അള്ളയും നമ്മുടെ ഹൃദയവും അള്ളയും തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ്. ഇവിടെ അള്ളാഹ് പ്രിപ്പയർ ചെയ്യാണ്. ഞാനും നിങ്ങളും മാറാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അള്ളാഹു മാറ്റങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് എത്തിച്ചു തന്നു. അപ്പം ഈ എത്തിച്ചു തരുന്ന ഈ ഒരു എലിമെന്റിന്റെ കൂടെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലെ പരീക്ഷണങ്ങൾ വരും. അതും അള്ളാഹ് നമുക്ക് പാകപ്പെടുത്താൻ വേണ്ടി തരുന്നു. അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആൾക്കാരെയും തരും. ഇവിടെ ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ രണ്ടുപേരും സുബ്ഹാനല്ലാഹ്, ഹസീം നസീറയും രണ്ടുപേരും എന്റെ കൂടെ ഏകദേശം വലവും ഇടവും ആയിട്ട് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോഴും അതെ, അൽഹംദുലില്ലാഹ്. എന്റെ ജീവിതത്തിൽ അതിനു മുമ്പ് അനുഭവങ്ങൾ മാത്രം, അറിവില്ലാതെ അനുഭവങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കാല് പതറി പല സമയത്തും ഉമ്മയായിരുന്നു എനിക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്. ഉമ്മ എന്ന് പറഞ്ഞ ഒരാളില്ലാതിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ പലപ്പോഴും നീ വെറും പഠിച്ചാൽ മതിയോ പറയണ്ടേന്ന് വെച്ചാൽ എന്റെ പിന്നാലെ നടന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഉമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പല സമയത്ത് പതറുമ്പോഴും ഇവരും ഹസീനയും നസീറയും അതുപോലെ കുറെ ആൾക്കാരെ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യിച്ച് സുബ്ഹാനല്ലാഹ് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോപ്പർ ചെയ്യായിരുന്നു. അള്ളാഹു കറക്റ്റ് സെറ്റ് ആക്കായിരുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ, അള്ളാഹു തൃപ്തിയുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനു വേണ്ട സാഹചര്യങ്ങൾ, അതിനു വേണ്ട ആളുകൾ, അതിനു വേണ്ട തളർച്ചകൾ, അതിനു വേണ്ട അടികളൊക്കെ അള്ളാഹ് കറക്റ്റ് സമയത്ത് തന്നുകൊണ്ടിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇവിടെ അവർക്ക് തന്നെ അറിയാം, ഞാൻ വേറൊരു പാത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേയൊക്കെ എനിക്ക് ഹസീം നസീറായിട്ടുള്ള കണക്ഷന് സമയം കിട്ടുന്നുമില്ല. വേറെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നും പഠിച്ചാൽ ഇതെന്തപ്പോ എങ്ങനെ അവരെ ഒഴിവാക്കി, അതോ അവരെന്നെ ഒഴിവാക്കി. അതൊന്നുമല്ല. കാരണം നമ്മൾ അവിടെ എനിക്ക് വേണ്ട സപ്പോർട്ട് അവരിൽ നിന്ന് തന്നു. അൽഹംദുലില്ലാഹ് അവരുടെ ജേർണി തുടരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാഷാഅല്ലാഹ് അവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഞാൻ ജസ്റ്റ് ഇവിടെ ഇവർ രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചുകൊണ്ട് പറയുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, എല്ലാവരെയും പേര് ഞാൻ എടുക്കുന്നില്ല. അത് കഴിഞ്ഞപ്പം എനിക്ക് വേണ്ടത് വേറെ പലരുടെയും സപ്പോർട്ടാണ്, വേറെ പലരിൽ നിന്നുള്ള അടികളാണ്. ഇന്ന് അഡ്മിൻസ് ഓൺലിന്റെ ഗ്രൂപ്പ് തുറന്നപ്പം നമ്മളെ മൊഹ്സിനായിട്ട് ഒരു ഒരു പോസ്റ്റ് ഞാൻ വായിക്കണ്ടായി. ചിലതൊക്കെ ഒറ്റക്ക് തന്നെ അനുഭവിക്കണം, എങ്കിലേ താങ്ങാൻ ആളില്ലെങ്കിലും വീഴാതെ നിൽക്കാൻ കഴിയൂ. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ കുറച്ചു കാലം ആരുടെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ, അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഉമ്മാന്റെ സപ്പോർട്ട് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഉമ്മ ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഒരു സമയത്ത് ഒറ്റക്ക് നിർത്തിയപ്പോൾ മനസ്സിലായി, യെസ് എന്നെ കൊണ്ട് പറ്റും. അതുപോലെ കുറെ നമുക്ക് ആരെങ്കിലും ഒരാൾ 2 3 നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അവരുണ്ടെങ്കിലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ, അവരാ നമ്മുടെ കംഫർട്ട്. അള്ളാഹ് പറയും, ഇല്ല ഞാനാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ തന്നതാ നിനക്ക് അവരെയൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. നമ്മൾ അള്ളാന്റെ യാത്രയിൽ നമ്മളും അള്ളയും മതി. നമുക്ക് അള്ള വേണ്ടവരെ കറക്റ്റ് കൊണ്ടുവന്ന് തരും, മാറ്റേണ്ടവരെ കറക്റ്റ് സമയത്ത് മാറ്റും. ഈ മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും അവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഫാമിലി സെഷനിൽ പറഞ്ഞതുപോലെ ഓക്കെ, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള അച്ചീവ്മെന്റ് ആണ് ഒരു യഥാർത്ഥ ഇൻഫ്ലുവൻസർ. നമുക്ക് ഒരാൾക്ക് ദാവ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നമ്മളെ അച്ചീവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പം അള്ള പക്ഷെ ഇങ്ങനെ നമുക്ക് വേണ്ട ആൾക്കാരെ തരും, മാറ്റി നിർത്തും. അങ്ങനെ അള്ള നമുക്ക് എല്ലാ അർത്ഥത്തിലും എൽമ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും ആളുകൾ കൊണ്ടും അള്ള നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നേ വേണ്ടതുള്ളൂ, ഇഖ്ലാസ്. ഒരുപാട് അതാണോ ശരി ഇതാണോ ശരി എന്ന് വെച്ചാൽ ആരും ഒന്നിന്റെ പിന്നാലെ ബേജാറായിട്ട് ഓടണ്ട. അറിഞ്ഞത് പ്രാവർത്തികമാക്കാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു ഇഖ്ലാസ് മാത്രം മതി എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കുറേ പറഞ്ഞു, ഞാൻ നിർത്താണ്. ഫായിസനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഖറ സൂറത്തിന്റെ യാത്ര പറയാൻ ഒരുപാടുണ്ട്. ആയിഷ ടീച്ചർ ഓരോ ക്ലാസ്സിലും പറയുന്നത് പോലെ ഓരോന്നിനും കേപ്പബിൾ ആകുമ്പോഴാണ് റബ്ബ് നമ്മൾ അതിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് ബഖറ സൂറത്ത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മുമ്പേ മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാനുള്ള ഒരു പ്രാപ്തി എത്തിയപ്പോഴാണ് ഹിഫ്ള് ഗ്രൂപ്പിലേക്ക് എത്തിയത്. അൽഹംദുലില്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അർത്ഥം പഠിക്കണം എന്ന ആഗ്രഹം വെച്ചപ്പോൾ ആദ്യം ഹിഫ്ള് മാത്രമായിരുന്നു. പിന്നെ അർത്ഥം പഠിക്കണം എന്ന ആഗ്രഹം വെച്ചപ്പോൾ അർത്ഥത്തോടുള്ള ഹിഫ്ള് ഗ്രൂപ്പിലെത്തി. അൽഹംദുലില്ലാഹ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നൂറ് സോദരി ഇങ്ങനെ തുടങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറാൻ ഒരു പേടിയായിരുന്നു. അത്ര ആഴത്തിൽ പഠിക്കാൻ പറ്റുമോ, റൂട്ട് വേർഡ്സ് എന്നൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു.
അപ്പോൾ ആദ്യം മാറി നിന്നതായിരുന്നു. പിന്നെ 29ാമത്തെ ആയത്തിൽ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത്. അൽഹംദുലില്ലാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 3 ടെസ്റ്റ് അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അത് ഓതുമ്പോൾ ഓരോ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ നമസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ അത് അതിൻ്റെ അർത്ഥത്തോടെ ഓതാനുള്ള തൗഫീഖ് റബ്ബ് തന്നു. അൽഹംദുലില്ലാ. അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കേപ്പബിൾ ആയപ്പോഴാണ് ഹിഫ്ള് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകിയത്. അൽഹംദുലില്ലാ. അങ്ങനെ അതിൽ പിന്നെ ചിലർക്കൊക്കെ ഇൻബോൺ ആയിട്ട് കുറേ കഴിവുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഷൈ ക്യാരക്ടറായിരുന്നു. പക്ഷെ അവിടുന്ന് അൽഹംദുലില്ലാ റബ്ബ് എന്നെ കൈപിടിച്ച് ഉയർത്തി ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാനും അത് അവർ വിട്ടുപോകുമ്പോൾ അവരെ പിടിച്ച് നിർത്താനും അവർക്ക് മോട്ടിവേഷനായിട്ട് കുറച്ചൊക്കെ വോയിസ് ഒക്കെ ഇട്ട് കൊടുക്കാനും അവരെ പിടിച്ചങ്ങനെ ഹിഫ്ള് ഗ്രൂപ്പിൽ നിന്ന് പോവല്ലേ എന്നുള്ള ഒരാഗ്രഹത്തിൽ അങ്ങനെ അവരെ പിടിച്ചു നിർത്താനൊക്കെ അൽഹംദുലില്ലാ റബ്ബ് തൗഫീഖ് തന്നു. സംസാരിക്കാനുള്ള തൗഫീഖ് തന്നു. അൽഹംദുലില്ലാ. ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് മധുരങ്ങളാണ് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അതിട്ട് പോവല്ലേ, അവർക്കും ആ മധുരം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവരങ്ങനെ പിടിച്ചു നിർത്തുമായിരുന്നു. അപ്പം അതിലൂടെയാണ് അൽഹംദുലില്ലാ അവർക്ക് അവരോട് സംസാരിക്കാനുള്ള തൗഫീഖ് റബ്ബ് തന്നത്. അൽഹംദുലില്ലാ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സൽക്കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തന്നു. അൽഹംദുലില്ലാ. ഒരു മദ്രസ ടീച്ചർ, അതുപോലെ ഒരു അക്കാഡമി ഫ്രണ്ട്സുമായിട്ട് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് കേപ്പബിൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹം അന്നേ മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കേപ്പബിളായി ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അൽഹംദുലില്ലാ അതിനുള്ള തൗഫീഖ് റബ്ബ് നൽകിയത്. അപ്പോൾ ഐഷ ടീച്ചർ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും പറയല്ലോ, ഓരോന്നിനും കേപ്പബിൾ ആകുമ്പോഴാണ് റബ്ബ് അതിലേക്ക് നമ്മളെ എത്തിക്കുക. ഓരോ ആയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഉള്ള തൗഫീഖ് തരുമ്പോൾ അല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെ ഇത് ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങളാണ്. അൽഹംദുലില്ലാ. അങ്ങനെയെങ്കിലും ഞാൻ ഒരു ഷൈ ക്യാരക്ടറിൽ നിന്ന് ഇത്രയും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് റബ്ബ് തന്നു. അൽഹംദുലില്ലാ പ്രവർത്തനത്തിൽ. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ അവസരത്തിലും ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. അൽഹംദുലില്ലാ. ദേഷ്യം എന്നൊരു വികാരം അത് ഞാനിപ്പോൾ ഓരോ അവസരത്തിലും ഞാൻ വിചാരിക്കുക, അത് ദേഷ്യം പിടിക്കേണ്ട അവസരങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കുക റബ്ബ് ആ ഒരു തൗഫീഖ് തന്നത് കൊണ്ട് ദേഷ്യം എന്നൊരു കാര്യം അതങ്ങ് മാറ്റി എടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അൽഹംദുലില്ലാ ദേഷ്യം പിടിക്കേണ്ട അവസരങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ വരുമ്പോൾ ഞാൻ വിചാരിക്കാതെ റബ്ബ് അത് മാറ്റി തന്നത് കൊണ്ടല്ലേ അൽഹംദുലില്ലാ ഇപ്പോൾ ദേഷ്യമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ക്ഷമിക്കാനുള്ള തൗഫീഖ് അൽഹംദുലില്ലാ ഓരോ അവസരങ്ങളിലും ഓരോ ആയത്തുകളിലും നമ്മൾക്ക് പാഠങ്ങൾ റബ്ബ് തരികയാണല്ലോ ഓരോ അവസരത്തിലും. മകളുടെ കല്യാണമൊക്കെ ആണ്. അപ്പോൾ കടം തരാനുള്ളവർ പൈസ കടം തരാനുള്ളവർ അവർ സമയത്തിന് തരാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് പ്രയാസത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കടം കൊടുത്ത ആൾക്ക് സാവകാശം കൊടുക്കുമ്പോൾ അത് റബ്ബിൻ്റെ പക്കൽ പ്രതിഫലമാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതും ഓരോ അവസരത്തിലും നമ്മൾ ജീവിതത്തിലൂടെ പോകുമ്പോൾ ഓരോ അവസരത്തിലും റബ്ബ് അതിനുള്ള പാഠങ്ങൾ തരികയാണ്. അതുപോലെ മകൾക്ക് പൊന്ന് ആ ഒരു പ്രയാസം കാരണം പൊന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഐഷ ടീച്ചറുടെ എല്ലാം പുരുഷനാണ് വഹിക്കേണ്ടത്, സ്ത്രീകൾ അത് മകളുടെ പെണ്ണിന്റെ വീട്ടുകാർക്ക് ആ ഒരു ജോലിയൊന്നും ഇല്ല. അതൊക്കെ അത് മനസ്സിലായപ്പോൾ അതിന് ഭർത്താവ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട അമീർക്ക, വേണ്ട, വാങ്ങിക്കൊടുക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ വിചാരിച്ചെടുത്തുനിന്ന് എന്നിട്ടും റബ്ബ് വീണ്ടും കുറച്ചെങ്കിലും മകൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീഖ് തന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ അവസരത്തിലും അതിനുള്ള പാഠങ്ങൾ ഈ ആയത്തുകളിലൂടെ തരികയാണ്. അൽഹംദുലില്ലാ. മക്കളോടായാലും ഭർത്താവിനോടായാലും മറ്റുള്ളവരോടായാലും
ആരോടെങ്കിലും ദേഷ്യം തോന്നിയാലായാലും, ആരോടെങ്കിലും വെറുപ്പ്, പൈസ തരാത്തതിൻ്റെ പേരിൽ വെറുപ്പ് തോന്നിയാലായാലും വിചാരിക്കുക ആ വെറുപ്പൊക്കെ റബ്ബിനോട് ചോദിക്കും, റബ്ബെ അങ്ങനെ ഒന്ന് തോന്നിപ്പിക്കല്ലേ, അത് റബ്ബിന്റെ പക്കൽ പ്രതിഫലമാണല്ലോ. അതേപോലെ ഇപ്പോൾ ഏതൊരു ചെറിയ കാര്യം എടുത്താലും, ഒരു വീട് ഇപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പൈസ മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള ഏത് സാധനമായാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണെന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ ഇപ്പോൾ വീട് വൃത്തിയാക്കുമ്പോൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ ഒന്നിലധികം വേറെ സാധനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള തൗഫീഖ് അൽഹംദുലില്ലാ. ഇപ്പോൾ കുറച്ചധികം സാധനം കാണുമ്പോൾ ഒരു ബേജാറാണ് വീട്ടിൽ, ഇത്ര മതി, അതിൻ്റെ ആവശ്യത്തിനുള്ള സാധനം മതി, അതിലധികം പാടില്ല. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തൗഫീഖ് അൽഹംദുലില്ലാ. അത് ആ ഒരു വലിയൊരു കാര്യം പഠിച്ചു അൽഹംദുലില്ലാ. അതുപോലെ ഹൃദയം നല്ല വൃത്തിയിൽ ശുദ്ധീകരിച്ച് വെക്കണം എന്നും പഠിച്ചു അൽഹംദുലില്ലാ. അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ ഓരോന്നും കേപ്പബിൾ ആകുമ്പോഴാണ് അതിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഇൽം ടു അമലിൽ നമ്മൾ ആദ്യം അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് എഴുതാനും അത് പിന്നെ എഴുതി വെക്കാനും അത് ജീവിതത്തിൽ അത് എത്രത്തോളം തദബ്ബർ അത് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഹിഫ്ള് പഠിക്കുന്ന ഗ്രൂപ്പ് ഇപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാനും എൻ്റെ പേരും വേറെ തന്നെ ഒരു ഗ്രൂപ്പാക്കി ആയിഷ ടീച്ചറിൻ്റെ ക്ലാസ് ഇങ്ങനെ ഓരോന്ന് അതിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇൽം ടു അമലിൽ നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് കാറ്റഗറിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ആയത്തുകൾ തദബ്ബർ ചെയ്യാന്നുള്ളതിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അത് ആ ഒരു ആഴ്ചയിൽ ഒരായത്തായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ തദബ്ബർ ചെയ്ത് അൽഹംദുലില്ലാ രണ്ടിലും ആയിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കുറച്ചുകൂടി നമ്മൾ മുമ്പേ കേട്ട ആയത്താണ്, ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്, എന്നാലും അൽഹംദുലില്ലാ ഒന്നുകൂടി അത് കേൾക്കുകയും അത് പഠിക്കാൻ, അപ്പോൾ കുറച്ചുകൂടി നല്ലോണം ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഹിഫ്ള് അൽഹംദുലില്ലാ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കുറച്ച് അൽഹംദുലില്ലാ. ഇത്രയും ഇങ്ങനെ നമസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ റബ്ബിനിങ്ങനെ സ്തുതിക്കും, റബ്ബെ അൽഹംദുലില്ലാ ഒരു തൗഫീഖ് റബ്ബ് തന്നത് കൊണ്ടല്ല അൽഹംദുലില്ലാ ഓതാനുള്ള, അത് മനസ്സിലാക്കാനുള്ള. അതുപോലെ മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരു ജഡ്ജ്മെന്റ് മറ്റുള്ളവരെ കുറിച്ച്. ഒരു കല്യാണ വീട്ടിലൊക്കെ പോയാൽ പരിഷ്കാരമൊക്കെ കാണുമ്പോൾ ഇവർക്ക് എന്താ മനസ്സിലാവാത്തെന്നുള്ള വല്ലാത്തൊരു നീറ്റലായിരുന്നു. ഇവർക്ക് എന്താ മനസ്സിലാവാത്തെ, എന്താ അള്ളാനെ പേടിയില്ലാത്ത. ഇപ്പോൾ അങ്ങനെ ഒരു സദസ്സ് കണ്ടാൽ എന്നെ റബ്ബ് ഇതിലേക്ക് ആ ഒരു ഹിദായത്ത് തന്നതിന് റബ്ബിനോട് അൽഹംദുലില്ലാ പറയുകയും ചെയ്യും. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയും ചെയ്യും, റബ്ബെ അവർക്ക് ആ ഹിദായത്ത് കൊടുക്കണേ, അവരെയും മാറ്റി മറിക്കണേ എന്നുള്ളത് അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ ജീവിതത്തിൽ ഓരോ അവസരത്തിലും അതുപോലെ ഒരുപാട് മാറ്റങ്ങളുമാണ് അൽഹംദുലില്ലാ. ബഖറ സൂറത്ത് കൊണ്ട്, ബഖറ സൂറത്തിനോട് മുമ്പേ ഭയങ്കര ഒരു സ്നേഹം തന്നെയാണ്. വീട്ടിലുള്ള ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് മനസ്സിലായത്. വീട്ടിലുള്ള കുറേ ഭാഗം പ്രശ്നങ്ങളൊക്കെ ഈ അൽ ബഖറ സൂറത്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പോയത്. അതുപോലെ ടീച്ചർ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദുആ ചെയ്യണം എന്നുള്ളത്. അപ്പം അത് ഞാൻ അൽഹംദുലില്ലാ മുമ്പേ അത് ചെയ്യാറുണ്ടായിരുന്നു. എന്താ പറയുക, ചെറിയ കാര്യം പോലും. അതായത് ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിലൊക്കെ മുടി കുറവുള്ളവരായിരുന്നു. അപ്പോൾ ഞാൻ കുറേ മുമ്പ് ദുആ ചെയ്യും, റബ്ബേ എൻ്റെ മുടി പോവല്ലേ, എൻ്റെ മുടി ആ സൗന്ദര്യം അവിടെ ഉണ്ടാവണേ, മുടി പോവല്ലേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ കുറേ 14 വർഷം മുമ്പായിരുന്നു അവർ ഹജ്ജിന് പോയ സമയത്ത് അതൊക്കെ ദുആ ചെയ്തത്. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ ദുആ ചെയ്ത സമയത്ത് തന്നെ കിട്ടണമെന്നില്ലല്ലോ, കുറേ കഴിഞ്ഞ് 8 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞ് റബ്ബ് സ്വീകരിച്ച ദുആകളൊക്കെ ഉണ്ട്. അതുപോലെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളാണ് പറയാനുള്ളത് അൽഹംദുലില്ലാ. റബ്ബ് നമ്മൾക്ക് ഇതൊക്കെ നിലനിർത്തി തരട്ടെ. ഇത് വീണ്ടും സൂറത്ത് ആൽ ഇമ്രാനും ഇതുപോലെ നമ്മൾക്ക് ടീച്ചർക്ക് എടുത്തു തരാനുള്ള തൗഫീഖ്, അത് കേൾക്കാനും പഠിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമ്മൾക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഖൈറ ഫൈസ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മള്
പ്ലാൻ ചെയ്തത് 9 മുതൽ 10:30 വരെ എന്നായിരുന്നു. പക്ഷേ ഇനിയും ഒരു ഫുൾ സെഷനുള്ള ഹാൻഡ് റൈസസ് ഉണ്ട്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. ഇനി അല്ലാത്തവർക്ക് റെക്കോർഡിംഗ് കേൾക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ ഹാൻഡ് റൈസ് ചെയ്യാത്ത 2 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് റൈസ് ചെയ്തവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ചാൻസ് കൊടുക്കാം, ഉമ്മയും ഷാഹിന്റെയും. ഞാൻ ഈ റെക്കോർഡിംഗ് കട്ട് ചെയ്തിട്ട് പുതിയ റെക്കോർഡിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇടാം. ഓക്കെ ഇൻഷാല്ലാ.